ഇന്ന് രാത്രി നമ്മുടെ മറുപടി ഏതാണ് നിനക്ക് ആവശ്യം? സർവശക്തൻ തരാൻ ശക്തനാണ്. തലമുറയില്ലാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്നവരുണ്ടെങ്കിൽ, എലീശ പണ്ട് പറഞ്ഞതുപോലെ എനിക്ക് നിങ്ങളെ നോക്കി പ്രവചിക്കാൻ ഇന്ന് രാത്രി ആത്മാവിൽ 1000 നാവുണ്ട്. കാര്യ എലീശ പ്രവചിച്ച അടുത്ത വർഷം ഈ ആണ്ട് വരുമ്പോൾ നീ ഒരു തലമുറയെ അണച്ചുകൊള്ളുമെന്നുള്ള ദൈവത്തിന്റെ വചനം പോലെ ചെറുവക്കൽ കൺവെൻഷന്റെ ഗ്രൗണ്ടിൽ മാത്രമല്ല, ഈ സന്ദേശം ഉലക രാജ്യങ്ങളിൽ പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് കേൾക്കുന്ന കാണുന്ന ഞങ്ങളുടെ വാത്സല്യ കുടുംബങ്ങൾ ആർക്കെങ്കിലും തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അവരുടെ ഫിസിക്കൽ മേഖല, അവരുടെ ശാരീരിക മേഖലയിൽ അകറ്റിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ തടസ്സങ്ങളെയും അറസ്റ്റ് ചെയ്യാൻ ഞാൻ ഉയർത്തിപ്പിടിച്ച് ഈ വചനത്തിന് അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങൾ അടിച്ച് അന്യഭാഷകളിൽ അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. അടുത്ത വർഷം ഈ സമയം വരുമ്പോൾ നീ ഒരു തലമുറയെ അടച്ചുകൊള്ളൂ. ഭാഷകളിൽ പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി ഒരു ഡെലിവറൻസിന്റെ രാത്രിയാ. നിനക്കൊരു തലമുറയെ തരാതിരിക്കാൻ ഇനി കഴിയില്ല. നിന്റെ തലമുറയെ കൈനീട്ടി വാങ്ങാൻ ഇന്ന് രാത്രി ആത്മാവിൽ ഹൃദയം വെമ്പലുകൊള്ളുന്ന വിശ്വാസ വീരന്മാരുണ്ടെങ്കിൽ വായി തുറന്ന് യേശുവിന്റെ നാമം പറഞ്ഞ് ഇന്ന് രാത്രി നിന്റെ വിടുതൽ സ്വീകരിക്കുക. ശാപമില്ലാത്ത തലമുറകളെ ഈ പ്രപഞ്ചത്തിന് കൈമാറുക എന്നുള്ളതാണ് കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ പദ്ധതി ദൈവം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ കുടുംബജീവിതത്തിൽ വിവാഹം കഴിഞ്ഞാൽ ചില മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ വിശേഷം തിരക്കി വീട്ടുകാർ, ബന്ധക്കാർ വീട്ടിലെത്തുന്നു. തലമുറയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിന്നാഭാരം ഒരു തലമും വിട്ടു നടക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. പക്ഷെ ആ പരിപാടിക്കൊന്നും സക്കറിയാവിനെ യേശുവിനെ കിട്ടുകയില്ല. ഇല്ല, കാരണം അവർക്കൊരു ദൈവമുണ്ട്. പറഞ്ഞേ ആമേൻ. ആ ഇടവകയിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി കയറി ചെല്ലുന്ന ഈ നീളക്കുപ്പായക്കാരൻ എന്തിനേറെ ആ പള്ളിയിലെ കാര്യം വിട്, തന്റെ വീട്ടിലെ കാര്യം എടുക്കുക. ആ വീടിന്റെ അകത്ത് യാതൊരു അസ്വാരസ്യങ്ങളും ഇല്ല. ആ വീടിന്റെ അകത്ത് എപ്പോഴും നർമ്മശം ഗുൽഗുലു ഹൽമാന പശ നിർമ്മല സാമ്പ്രാണി പോരെ, സൗരഭ്യം മാത്രം. പറഞ്ഞാ നമ്മുടെയൊക്കെ മുഖം പാടും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ മുഖം പാടുന്നവരുടെ ഗണം കൂടരുത്. മുഖം പാടണ്ട. നമുക്കൊരു ദൈവമുണ്ട്. എത്ര പേർ ഓർപ്പിക്കും നമുക്കൊരു ദൈവം ഉണ്ടെന്ന്? ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് കാണണേ. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരാൾ നിങ്ങളുടെ മുഖം ഒന്ന് നോക്കിയാൽ മതി, ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാം. ദൈവം ഉള്ളവന്റെ മുഖം പ്രകാശിക്കും. വിഷയത്തിന്റെ മറുപടിയേക്കാൾ അപ്പുറമായി ദൈവം നിന്റെ മുഖത്ത് പ്രകാശിക്കട്ടെ. ആലയത്തിലേക്ക് പോവുക സക്കറിയാവ്. കാണുന്നവരൊന്നും മുഖത്ത് നോക്കി ഒന്നും പറയില്ല. പക്ഷേ സക്കറിയാച്ചനെ കുറിച്ച് എല്ലാവരും അടക്കം പറയും. ചർച്ചിലെ പല കുഞ്ഞുങ്ങളെയും കയ്യിലെടുത്ത് വെച്ച് ആശീർവദിക്കും. അച്ഛൻ അപ്പനും അമ്മയ്ക്കും തിരികെ കൊടുക്കും അനുഗ്രഹിച്ചതിന് ശേഷം. പക്ഷേ അച്ഛന് മാത്രം കൊച്ചില്ല എന്നുള്ള വാക്കുകൾ അടക്കം പറയും ഇടവകയിലെ ആൾക്കാർ. യൗവനമേനിയ വാർദ്ധക്യം തഴുകി. അബിയാക്കോറിന്റെ ക്രമപ്രകാരം ആലയത്തിൽ ശുശ്രൂഷിക്കാൻ പോകാൻ നറുക്ക് വീഴുന്ന സക്കറിയാച്ചനെ നിങ്ങളൊന്ന് കണ്ടേ. ദാവീദിന്റെ കാലത്താണ് കൂറുകളായിട്ട് തിരിച്ചു. ഏതാണ്ട് 24 കൂറുകളായിട്ട് ആ കാലങ്ങളിൽ തിരിച്ചു. അതിൽ അബിയാവിന്റെ കൂറിന്റെ ക്രമപ്രകാരമാണ് സക്കറിയാവ് ശുശ്രൂഷകനായത്. നറുക്ക് വീണു, താൻ ശുശ്രൂഷിക്കാൻ പോകാൻ പോയാ. അല്ലാതെ താൻ ഒരിക്കലും കർത്താവിനോട് പറഞ്ഞില്ല എനിക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇനി പോകുന്നില്ല, മറുപടി എപ്പ തരും ഞാൻ അപ്പ പോകാം. പറഞ്ഞില്ല. തനിക്ക് ശുശ്രൂഷിക്കാൻ ഒരു ചാൻസ് കിട്ടി, താൻ ഓടിപ്പോകുകയാണ് ആലയത്തിലോട്ട്. ഇന്ന് രാത്രി ദൗത്യമകത്തുള്ള ദൈവമക്കളുണ്ടെങ്കിൽ, ദൗത്യം തീരാത്ത ദൈവമക്കളുണ്ടെങ്കിൽ അവർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കണം. അവർക്കുള്ള സന്ദേശം ഇന്ന് രാത്രി ദൈവാത്മാവ് പകരാൻ പോകുന്നത്. നിന്റെ അടുത്തിരിക്കുന്നവരെ ബേസ് ചെയ്തുകൊണ്ട് നീ ഇന്ന് രാത്രി ജീവിക്കരുത്, ആരാധിക്കരുത്. നിന്റെ അകത്തിരിക്കുന്നവനെ ബേസ് ചെയ്തുകൊണ്ട് നിന്റെ അകത്തൊരാളിരിപ്പുണ്ട്, അടുത്തിരിക്കുന്ന ആളെ പോലെയല്ല അകത്തിരിക്കുന്ന ഒരാള്. ആ അകത്തിരിക്കുന്നവനെ ബേസ് ചെയ്ത് ഇന്ന് രാത്രി നിനക്ക് ആരാധിക്കാതിരിക്കാൻ കഴിയില്ല, നിനക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല, നിനക്ക് സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഇന്ന് രാത്രി ദൗത്യമുള്ള ദൈവമക്കൾ സ്തുതിക്കുക ദൈവത്തെ. ആലയത്തിലേക്ക് ആരാധനയ്ക്ക് പോവുകയാണ്. പ്രകാരം കഴിഞ്ഞു വിശുദ്ധ സ്ഥലത്ത് ആരാധനയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. താനിങ്ങനെ ധൂപം കാട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ പുകയാവിയുടെ നടുവിൽ താൻ യാഹ്വയെ സ്തുതിക്കുന്ന സമയം അന്നുവരെ സംഭവിക്കാത്ത ഒരു സംഭവം തനിക്ക് അന്നുണ്ടായി. സാധാരണ അതിപരിശുദ്ധ സ്ഥലത്താണ് ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരുന്നത്.
ഒരു ശുഭ്രവസ്ത്രധാരി ഹോളി പ്ലേസിൽ ഇറങ്ങിയിരിക്കുകയാ. ശുഭ്രവസ്ത്രധാരി. സഖറിയാവിന്റെ വസ്ത്രം ശുഭ്രവസ്ത്രമാണ്. എനിക്ക് തോന്നുന്നു വന്ന് ദൂതൻ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആ വയോവൃദ്ധന്റെ കയ്യിൽ നിന്ന് ആ ധൂപവർഗം താഴെ വീണ് ധൂളിയായി പോകാതിരിക്കാൻ താൻ ബാലൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. വൃദ്ധനാണ്. വന്ന് നിന്ന കക്ഷിയോട് ഒറ്റ വിളിയാ, സഖറിയാവേ. സന്തോഷത്തോടെ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം. വന്ന ദൂതന് നിന്റെ പേരറിയാം. നിന്റെ പേരറിയാമെങ്കിൽ നിന്റെ പ്രാർത്ഥനാ വിഷയം അറിയാം. നിന്റെ പേരറിയാമെങ്കിൽ നിന്റെ വേദന അറിയാം. നിന്റെ പേരറിയാമെങ്കിൽ നീ എവിടെ പാർക്കുന്നെന്നറിയാം. നിന്റെ പേരറിയാമെങ്കിൽ നിന്റെ തലമുറ ആരാന്നറിയാം. നിന്റെ പേരറിയാമെങ്കിൽ നിന്റെ വേദന ഇവിടെ ആഴം ഇന്ന് രാത്രി അവൻ അറിയാം. കമാൻ, ഇന്ന് രാത്രി ആരാധിക്കുന്ന സകല ദൈവമക്കളോടും പരിശുദ്ധാത്മാവ് ചെറുമക്കൾ കൺവെൻഷന്റെ പ്രഥമ രാത്രി വാദിക്കുകയാണ്. നിന്നെ നന്നായി അറിയാവുന്ന ഒരു ദൈവത്തെയാ ഇന്ന് രാത്രി നീ സേവിക്കുന്നത്. നിന്നെ നന്നായി അറിയാവുന്ന സർവശക്തനാകുന്ന ദൈവ. നിന്റെ പേരവൻ അറിയാമെങ്കിൽ നിന്റെ പ്രാർത്ഥനാ വിഷയം അവനറിയാം. നിന്റെ വീട് എവിടാന്ന് അവനറിയാം. നിന്റെ വീട്ടിൽ ഏതെല്ലാം പ്രശ്നമുണ്ടെന്ന് അവനറിയാം. എങ്കിൽ ഇന്ന് രാത്രി സകലതും അറിയാവുന്ന ദൈവത്തിന്റെ മുമ്പിൽ ആ കൈയൊന്നടിച്ചാരാധിക്കാൻ മനസ്സുവെക്ക്. അവൻ സകലതും അറിയാവുന്നവൻ. സഭയുടെ ദൂതന് എഴുതുക, നീ എവിടെ പാർക്കുന്നു എന്ന്. അത് സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലമെന്ന് ഞാൻ അറിയുന്നു. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോൾ ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ, നാം ശുശ്രൂഷിക്കുന്ന സ്ഥലത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തിയുടെ ആധിപത്യമേതാണെന്ന് അറിയാവുന്ന ഒരു ദൈവത്തെയാ ഇന്ന് രാത്രി ഞാനും നിങ്ങളും സേവിക്കുന്നത്. എനിക്ക് എന്നെ അറിയാവുന്നതിനേക്കാൾ നന്നായി എന്നെ അറിയാവുന്ന ഒരു ദൈവം. വായു തുറന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇന്ന് രാത്രി സന്ദേശം കേൾക്കാൻ. കാര്യം ഇത് ആത്മാവിന്റെ യുദ്ധമാണ്. ഇത് പ്രഥമ രാത്രിയാണ്. ഇന്ന് രാത്രി ആരംഭ രാത്രിയിൽ ദൈവത്തിന്റെ ഉണർവിന്റെ കാറ്റ് ചെറുമക്കൾ കൺവെൻഷനിൽ ദൈവം അയക്കാൻ പോകുകയാ. ദേശത്തായിരങ്ങൾ സ്നാനപ്പെടാൻ പോകുകയാ. ഈ വേദിയിൽ ആ നൂറുകണക്കിന് അഭിഷിക്തന്മാർ ഇന്ന് രാത്രി നിരനിരയായിരിക്കുകയാണ്. ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന സ്ഥലത്ത് ദേശാധിപതിയുടെ തടസ്സത്തെ എന്റെ ദൈവം വെട്ടിമാറ്റി ആയിരക്കണക്കിന് പേർ സ്നാനപ്പെടത്തക്കവണ്ണം ഞങ്ങളെ അറിയാവുന്ന ഒരു ദൈവം, ഞങ്ങളുടെ പേരറിയാവുന്ന ഒരു ദൈവം. ആരും നിന്നെ അറിയുന്നില്ല എന്നുള്ള ചിന്ത നിനക്കുണ്ടോ? ആരും നിന്നെ സഹായിക്കാൻ ഇല്ല എന്നുള്ള ചിന്ത നിനക്കുണ്ടോ? ആരും നിന്നെ വിളിച്ചു ചോദിക്കാനില്ല എന്ന ചിന്ത നിനക്കുണ്ടോ? ഇന്ന് രാത്രി മാറ്റിവെക്ക്. നിന്റെ പേരറിയാവുന്നവേ, നിന്റെ അവസ്ഥ അറിയാവുന്നവേ, നിന്റെ പ്രായം അറിയാവുന്നവേ, നിന്റെ ക്ഷീണം അറിയാവുന്നവേ, നിന്റെ പ്രാർത്ഥനാ വിഷയം അറിയാവുന്നവേ, ഇന്ന് രാത്രി അവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവൻ നിന്നെ തൊടട്ടെ ഈ രാത്രി. Shakaraba, Kataraba, Shandaraba, Arkanaba, Shandaraba, Kanabadaraba, Arkamanaga, Saidasiara. അവന് നിന്റെ പേരറിയാം, അവൻ എന്റെ പേരറിയാം. അല്ലെങ്കിൽ ചെറുമക്കൾ കൺവെൻഷന്റെ സ്റ്റേജിൽ സാം കുമരകം എന്ന ദൈവദാസനെ നയിക്കാൻ അനുവാദമില്ല. ഒരു ഓലപ്പരക്കകത്ത് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ആ കൊച്ചു വീടിന്റെ അകത്ത് 28 വയസ്സ് വരെ വളർന്നു വരുമ്പോ തലപ്പായ എന്താ, ചാണകം മെഴുകിയ തറ എന്താ നന്നായി അറിയാവുന്ന എനിക്ക്, അക്കരെ ഇക്കരെ ഇറങ്ങാൻ വള്ളം മാത്രം ഉണ്ടായിരുന്ന എനിക്ക്, വാഴപ്പിണ്ടി വെട്ടിച്ചേർത്ത് ചെങ്ങാടമുണ്ടാക്കി അക്കരെ ഇക്കരെ മക്കളെ തള്ളിക്കൊണ്ടു നടന്ന അപ്പന്റെ അമ്മയുടെ മകനായിരുന്ന എന്നെ അറിയാവുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്ന് രാത്രി ഇവിടെ നിന്ന് ആ ദൈവത്തെ ഉയർത്താൻ ഞാൻ എത്ര ഭാഗ്യവാനാണ്, നാം എത്ര ഭാഗ്യവാനാണ്. നമ്മെ അറിയാവുന്ന ഒരു ദൈവം. ഉറപ്പുണ്ടെങ്കിൽ ആ രണ്ട് കൈയും ഉയർത്തി ഒന്ന് അടിച്ചു ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചേ. Come on. Hallelujah. സഖറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായി. നിന്റെ ഭാര്യയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായ എന്നല്ല, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായി. പ്രാർത്ഥനയ്ക്ക് ഭാര്യ ഭർത്തൃ വ്യത്യാസമുള്ളതുമില്ല. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കോൺട്രാക്ട് കൊടുക്കുകയാണെന്ന് കർത്താവ് സമ്മതിക്കില്ല. വിടുതൽ ആവശ്യമുള്ളവൻ പ്രാർത്ഥിക്കണം. അതിന് ഭർത്താവെന്നില്ല, ഭാര്യയെന്നില്ല. ആർക്കാ ദൈവപ്രവൃത്തി അവൻ പ്രാർത്ഥിച്ചിരിക്കണം. നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. ശക്തമായ ദൂത് പേര് സഹിതം ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്.
ദൂതങ്ങോട്ട് തീരുമ്പോൾ ആദ്യം വിറച്ചവൻ പിന്നങ്ങ് ഉറച്ചു. നമ്മളൊക്കെ അങ്ങനെയാണ്. 4 കാര്യം പറയാൻ നേരത്ത് നമുക്ക് ഭയങ്കര ഉറപ്പാണ്, അല്ലേ വിറയ്ക്കും. ഇത് ഞാൻ എന്തോന്നില്ലാൽ അറിയാനാ? പുള്ളി അങ്ങോട്ട് ചോദിക്കുക. ആദ്യം വിറച്ച പുള്ളിയാണ്. പക്ഷെ ദൂതൻ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. സക്കറിയാച്ചന് വിചാരമൊന്നുമില്ല ഇത് ഗബ്രിയേലായിരിക്കുമെന്ന്. കാരണം കാഴ്ചയിൽ പുള്ളിയെ പോലെയൊക്കെ തന്നെ ശുഭ്രവസ്ത്രധാരിയാണ്. എല്ലാവരോടും സംസാരിക്കുന്ന പോലെ ദൂതനോട് സംസാരിക്കാതിരിക്കാൻ നല്ലത്. അപ്പോൾ നമ്മുടെ ചോദ്യം, ദൂതനാണോ എന്ന് എങ്ങനെ അറിയും? സംസാരിച്ച് നോക്കുമ്പോൾ അറിയാം. സ്തോത്രം. ദൂതൻ ഇഷ്ടപ്പെട്ടില്ല. ദൂതൻ പറഞ്ഞൊരു കാര്യം, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വന്ന ഗബ്രിയേലാകുന്നു. തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എൻ്റെ ദൈവത്തിൻ്റെ വാക്ക് നീ വിശ്വസിക്കാതിരിക്കുകയാണ്. അതുണ്ടാകുന്നവരെ നീ ഇനി മിണ്ടണ്ട. സോറി എന്ന് പറയാൻ വായി തുറക്കുന്നതിന് മുമ്പ് ദൂതൻ കെട്ടും കഴിഞ്ഞ് പോയി. എൻ്റെ ഭാവന, ശ്രാപ്യന്മാരുടെ ആരാധനയിൽ ആരൂഢനായിരിക്കുന്ന സർവശക്തൻ്റെ മുമ്പിൽ ചെന്ന് സല്യൂട്ട് ചെയ്ത് നിൽക്കുന്ന ദൂതൻ ഗബ്രിയേൽ. ഞാൻ ദൂത് പറഞ്ഞു, അച്ഛൻ വിശ്വസിച്ചില്ല. ഞാൻ നാക്ക് കെട്ടിയിട്ട് എന്ത് ചെയ്തേ പോന്നെ. എൻ്റെ ഭാവന കേട്ടോ, എൻ്റെ ഭാവനയാണ്. തമ്പുരാൻ കൈ കൊടുത്ത് കാണും ദൂതന്, നീ എൻ്റെ ദൂതനാണ്. സ്തോത്രം. വാക്ക് വിശ്വസിക്കുക. ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്കേണ്ട മുടക്ക് മാത്രമേ ഉള്ളൂ. ദൈവം പറഞ്ഞത് വിശ്വസിച്ചാൽ അത്ഭുതം നടന്നിരിക്കും, അന്നും ഇന്നും എന്നും. ജനമെല്ലാം പുറത്ത് വെയിറ്റ് ചെയ്യുക. എന്തിനാണെന്നറിയാമോ? അച്ഛൻ്റെ ആശീർവാദത്തിന് വേണ്ടി. അച്ഛനെങ്ങനെ പുറത്തോട്ട് വരുന്നത്? അച്ഛന് തന്നെ മനസ്സിലായി എന്തോ ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ട്. നാക്കും നീട്ടി പുറത്തോട്ട് വരുന്ന അച്ഛനെ കണ്ട് ഭയവിഹുലരാകുന്ന അച്ഛന്. ആലയത്തിൽ എന്തോ ദർശനം കണ്ടുവെന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന അച്ഛന്. എനിക്ക് തോന്നുന്നു അന്നായിരിക്കും അവർ ആദ്യമായിട്ട് അവരുടെ തന്നെ തലയിൽ കൈവച്ച് അവരെ തന്നെ അങ്ങ് അനുഗ്രഹിക്കുക. കാരണം അച്ഛൻ വന്നിങ്ങനെ കൈ നീട്ടിട്ട്, യഹോവ സിയോനിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, യഹോവ സിയോനിൽ നിന്ന് യഹോവ തിരുമുഖം പ്രകാശിപ്പിച്ച് നിങ്ങൾക്ക് ഉത്തരവരുമാറാകട്ടെ. ആശീർവാദമാണ്. അവർ തന്നെ കൈവച്ച് ആശീർവാദം പ്രാപിച്ചു. യഹോവ സിയോനിൽ നിന്ന് എന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പോയി. ശുശ്രൂഷാകാലം തികഞ്ഞ ശേഷം അച്ഛനും സക്കറിയാച്ചനും പോയി വീട്ടിലേക്ക്. ആ യഹൂദ്യ മലനാട്ടിൽ ഹെബ്രോൻ്റെ ആ മണ്ണിൽ ആ കൊച്ചു വീടിൻ്റെ അകത്തേക്ക് ഓടിയെത്തുന്ന സക്കറിയാച്ചൻ. മിനിസ്ട്രി കഴിഞ്ഞ് വരുന്ന സക്കറിയാച്ചനെ സ്വീകരിക്കുന്ന എലിസബത്ത്. മിനിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു? ആൻസറില്ല. ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു? ആൻസറില്ല. ഇപ്പം ഞാനിന്ന് രാത്രി ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടോട്ട് ചെന്ന വീട്ടുകാർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഞാനും പറഞ്ഞു. ആമേൻ. പറയാൻ വാക്കില്ല. നോക്കിയപ്പോൾ നാക്ക് നീണ്ടുവരിക. എന്തു പറ്റി? ശേഷം യോഹന്നാനെന്ന് എഴുതി കൊടുത്ത് എഴുത്തുപലകയില്ല. ഈ സംഭവം ഒരുപക്ഷെ എലിസബത്തിന് എഴുതി കൊടുത്ത് കാണാം. എൻ്റെ ഭാവനയാണ്, എഴുതി കൊടുത്ത് കാണാം. എലിസബത്ത് അത് വായിച്ചു കാണും. ഞാനിങ്ങനെ ആലയത്തിൽ ധൂപം കാട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്നെപ്പോലെ തന്നെ ഒരു ശുഭ്രവസ്ത്രധാരി വന്ന് പേര് വിളിച്ചു, സക്കറിയാവേ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായി നിൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചിട്ട് മകനെ പ്രസവിക്കും, യോഹന്നാൻ എന്ന് പേരിടണം. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ആ പഴയ സ്വഭാവം എന്തിനും ആൻസർ ചോദിക്കുന്നു എലിസബത്ത്. ഞാനത് ചോദിച്ചിരുന്നു. ദൂതം കെട്ടി അതുണ്ടാകുന്നത് വരെ മിണ്ടണ്ടെന്ന് പറഞ്ഞു. ഇത് വായിച്ചപ്പോഴേ എലിസബത്തിൻ്റെ കാര്യം പിടികിട്ടി. പണ്ട് മറിയാമ്മ പറഞ്ഞ പോലെ പുള്ളിക്കാരിയും പറഞ്ഞ കളി ഞാനും അവിടുത്തെ ദാസിയാണ്, ഹിതം പോലെ ഭവിക്കട്ടെ. മാസം 5 നാട്ടുകാർ മുഴുവൻ ഓട്ടം. എങ്ങോട്ടാണെന്നറിയാമോ? ആ കൊച്ചു വീട്ടിലോട്ട്. ഓടുന്ന ഒരാളെ പിടിച്ചു നിർത്തി ചോദിക്കും, എന്തിനാ ഓടുന്നത്? അറിഞ്ഞില്ലേ, അച്ഛൻ്റെ വീട്ടിൽ അത്ഭുതം നടന്നു. വർഷങ്ങൾ, നീണ്ട വർഷങ്ങൾ നിന്ന മാത്രം കേട്ട വീട്ടിൽ ഒരു മാന്യത നാമ്പെടുക്കാൻ തുടങ്ങി. ചെറുവക്കൽ കൺവെൻഷൻ്റെ പ്രഥമ രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു തുടങ്ങട്ടെ. 2019 വരെ നീ ചുമന്ന നിന്ദകളെ സർവശക്തനാകുന്ന ദൈവം തട്ടിത്തെറിപ്പിക്കാൻ പോകുക. എല്ലാ മാതാപിതാക്കന്മാരോടും ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുകയാ. തലമുറ മുഖാന്തരം നീ ചുമന്ന നിന്ദകൾ ഇന്ന് രാത്രി എൻ്റെ ദൈവം ക്യാൻസൽ ചെയ്യാൻ പോകുകയാ. സാമ്പത്തിക മേഖലയിൽ നീ ചുമന്ന നിന്ദകൾ ഇന്ന് രാത്രി കർത്താവ് ക്യാൻസൽ ചെയ്യാൻ പോകുകയാ.
നിന്ന ചുമന്ന നിനക്ക് മാന്യതയുടെ ഒരു സമയം എൻ്റെ ദൈവം വെച്ചു നീട്ടിയാൽ ഇന്ന് രാത്രി അത് പ്രാപിക്കാൻ കരുത്തുള്ള ദൈവമക്കളായി ഇവിടെ കരമടിച്ചു തുടങ്ങിയത്. യെസ്, ഇത് നിന്നയുടെ രാത്രിയല്ല, ഇത് മാന്യതയുടെ രാത്രിയാണ്. മാന്യതയുടെ ഒരു വഴി കർത്താവ് നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയാ. നിന്റെ ജോലിയിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ വിദേശയാത്രയിൽ, നിന്റെ മിനിസ്ട്രിയിൽ, നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തിൽ, നിന്റെ തലമുറയുടെ ഭാവിയിൽ, നിന്റെ സഭാ ശുശ്രൂഷയിൽ. യെസ്, ദൈവാത്മാവ് ഇന്ന് രാത്രി നിന്നോട് വാദിക്കുകയാണ്. നിന്ന എന്ന് പറഞ്ഞ ആണ്ടുകൾ മുഴുവൻ നിന്റെ പുറകെ നിഴല് പോലെ നിന്ന മുഴുവൻ പരമ്പരാഗത ശക്തിയെയോ ഇന്ന് രാത്രി ദൈവം വചനം കൊണ്ട് ശാസിച്ചു മാറ്റി. ഈ രാത്രി ദൈവം തന്റെ ജനത്തോട് പറയുന്നു, ഒരു നിന്നയും ആജീവനാന്തമല്ല, ഒരു നിന്നയും ലൈഫ് ലോങ് അല്ല. കമാൻ, ഒരു നിന്നയും ആജീവനാന്തമല്ല. ഇന്ന് രാത്രി നിന്റെ നിന്നയെ വെട്ടിമാറ്റി ഒരു മാന്യത എന്റെ ദൈവം നിനക്ക് തരികയാ. ശുശ്രൂഷയിൽ നിന്ദിക്കപ്പെട്ടവർ ഇന്ന് രാത്രി ഞങ്ങളെ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, മിനിസ്ട്രിയിൽ നീ നിന്ദിക്കപ്പെട്ടെങ്കിൽ മിനിസ്ട്രിയിൽ നീ മാനിക്കപ്പെടാൻ പോകുകയാ. കുടുംബ ജീവിതത്തിൽ നിന്ദിക്കപ്പെട്ട നിന്നെ കുടുംബ ജീവിതത്തിൽ മാനിക്കാനുള്ള ദൈവം തയ്യാറാണ്. ആ വിചാരവും മന്ത്രവാദവും കൊടികുത്തി വാഴുന്ന മണ്ണിൽ ഒരു മാന്യതയുടെ ആഴം ശിരസിൽ വഹിച്ചുകൊണ്ട് ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വലിയ വ്യത്യാസം ഈ തലമുറയിൽ ദൈവം വെളിപ്പെടുത്തുമെന്ന് ഈ രാത്രി ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ എന്നോട് ചേർന്ന് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ടെ. കരമുയർത്തണോ, കരമളിക്കണോ? ഈ രാത്രിയിലെ ആരാധന മാന്യതയുടെ ആരാധനയാ. ഈ പുസ്തകം ചതിക്കുകയല്ല. വിശ്വസ്തയോടെ ഇതെടുത്താൽ ഇത് ചതിക്കില്ല. ഈ പുസ്തകം ചതിക്കില്ല. ഈ പുസ്തകം മാനിക്കുന്ന പുസ്തകമാണ്, വിശ്വസ്തനെ മാനിക്കുന്ന പുസ്തകമാണ്. ഇന്ന് രാത്രി ചെറുമക്കൾ കൺവെൻഷനിൽ വന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, ഒരു മാന്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക. ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ പടരട്ടെ. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഇതേ വചനം നിന്റെ വീടിനെ തൊടുകയാ. നീ ചെല്ലുന്നതിന് മുമ്പ് നിന്റെ വീട്ടിലേക്ക് ഈ വചനം ചെല്ലുകയാണ്. മാനിക്കപ്പെടുന്നവർ മാത്രം മാനിക്കപ്പെട്ടു പോകുക എന്നുള്ളത് നീ കണ്ട് നിനക്ക് മാത്രം നിന്ന, ചിലർക്ക് മാത്രം മാന്യത എന്നുള്ള ചിന്ത നിന്റെ അകത്ത് കുത്തിത്തിരികിയിട്ട് നാള് കുറയായി. പക്ഷെ ഇന്ന് രാത്രി ദൈവം പറയുന്നു, വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണ്ണനെങ്കിൽ ഇന്ന് രാത്രി നീ വിശ്വസ്തയോടെ ഈ പുസ്തകത്തിൽ സാക്ഷ്യം വഹിച്ച ഒരാളാണെങ്കിൽ അടങ്ങിയിരിക്കരുത്. വായു തുറന്ന് ദൈവത്തെ സ്തുതിച്ചോണ്. 2020 നീ കടക്കുന്നത് നിന്ന ചുമന്നുകൊണ്ടല്ല, മാന്യതയുമായിട്ടായിരിക്കും. വിശ്വസിക്കുക. ചാട്ടുള്ളി പോലെ ചില ഭവനങ്ങളിലേക്ക് ഈ വചനം തറയ്ക്കാൻ പോകുക. ചാട്ടുള്ളി തറയ്ക്കുന്നത് പോലെ നിന്നെ നിന്ദിച്ചേ പറ്റുമെന്ന് നിർബന്ധം പറയുന്ന ചില മേഖലകളുണ്ട്. നിന്റെ പേരിന് കളങ്കം വരുത്തുവാൻ നീ ചെയ്യാത്ത മേഖലകൾ നിന്റെ മേൽ പറഞ്ഞു പരത്തി നാട്ടിൽ നിന്നെ പരസ്യകോലമാക്കി തീർക്കുവാൻ നിന്നകൾ കൊണ്ട് ആവരണം ചെയ്ത് തലപൊക്കാൻ കഴിയാതെ നന്നായി എന്ന് പറയുന്ന ആയിരക്കണക്കിന് ജനത്തിന്റെ നടുവിൽ ശത്രുവിന്റെ മുമ്പിൽ മേശയൊരുക്കുന്ന സർവശക്തനാകുന്ന ദൈവ ഇന്ന് രാത്രി നിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവ, അവൻ നിന്റെ ഇടയനാകയാൽ, അവന്റെ പേര് യേശു എന്നാകയാൽ ഈ രാത്രി ആ കരമുയർത്തി അവന് സ്തോത്രം ചെയ്യുക. ചുമന്നുകൊണ്ട് നീ ആരാധിച്ച ആരാധന ദൈവം കണ്ടു. ഒരു മാന്യതയില്ലെങ്കിലും ചാടിത്തുള്ളി സ്തോത്രം ചെയ്യാനുള്ള നിന്റെ വ്യഗ്രത ദൈവം കണ്ടു. നിന്ന ചുമന്നുകൊണ്ട് നീ ആരാധിച്ചെങ്കിൽ ഒരു മാന്യത വന്നാൽ അതിന്റെ ഇരട്ടി ആഴം നിനക്കൊണ്ടായിരിക്കും ആരാധനയ്ക്ക്.
സർവശക്തൻ അത് ചെയ്യട്ടെ. ബൈബിൾ പറയുന്നു, ചാർച്ചക്കാരും സ്വന്തക്കാരും ബന്ധക്കാരും അയൽക്കാരും എല്ലാവരും ആ വീട്ടിൽ ഒരുമിച്ച് പോയി. എന്തിനാ കൂടി എന്നറിയോ? കുറച്ച് പേരിടും. ഇത്ര നാളും ചാർച്ചക്കാരുമില്ല, സ്വന്തക്കാരുമില്ല, ബന്ധക്കാരുമില്ല. അതങ്ങനെ ഒരു ദൈവപ്രവൃത്തിയിൽ ഒരു വിടുതലും ഇല്ലാതെ നിൽക്കാമെങ്കിൽ ബന്ധത്തിലും ആരുമില്ല, സ്വന്തത്തിലും ആരുമില്ല. ഒരു മാന്യതയും ദൈവപ്രവൃത്തിയൊക്കെ ദൈവം തന്നു കഴിഞ്ഞാൽ അപ്പോഴേ ബന്ധക്കാരുടെ ബഹളമാണ്. പറയും, ഇന്നയാളെ അറിയാം, ഡാനിയൽ അറിയാം, അറിയാം, അത് ഞങ്ങൾ ഇന്നയാൾ അങ്ങ് പോവുക ബന്ധം. നിന്ന സഹിക്കുമ്പോഴാണ് ബന്ധവും സ്വന്തമൊക്കെ വേണ്ട. പേരിടാൻ വേണ്ടി ഒരുമിച്ചു. അതൊരു ചടങ്ങാണ്. എല്ലാവരും തീരുമാനിച്ചു. ഏതായാലും അച്ഛൻ ഇങ്ങനെ ഇരുന്ന് പോകത്തേ ഉള്ളൂ, അതുകൊണ്ട് സെക്രട്ടറിയാച്ചൻ്റെ പേര് തന്നെ ഇടും. അച്ഛന് സംസാരിക്കാൻ വയ്യെന്നേ ഉള്ളൂ, കേൾവിയുണ്ട്. അച്ഛന് തന്നെ ഉറപ്പാണ് എൻ്റെ കെട്ട് പൊട്ടാൻ സമയമായി. പക്ഷെ ഈ അച്ചാച്ചന്മാരെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ അച്ഛൻ്റെ കെട്ട് പൊട്ടുപോയില്ല. ആമേ, ഓരല്ലോ. ആമേ. എലിസബത്തിനോട് ചോദിച്ചു, നീ എന്ത് പറയുന്നു? എലിസബത്ത് ഒരു 9 മാസത്തിന്റെ പുറകിലേക്ക് വളരെ പെട്ടെന്ന് ഓടി. ആ ദൂതപ്രത്യക്ഷത പുള്ളിക്കാരി പറഞ്ഞു, യോഹന്നാൻ എന്ന് ഇടണം. കാരണം അവരിങ്ങനെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, നമ്മുടെ ചാർച്ചയിലൊന്നും ആ പേരില്ലല്ലോ. അതെ, ചാർച്ചയിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇടാൻ പറഞ്ഞേ. ഈ ജനിച്ച ശിശുവെ ചാർച്ചയുമായി ഒരു ചേർച്ചയില്ലാത്ത കുഞ്ഞാ പറഞ്ഞാമേ. ചില ജന്മങ്ങളൊക്കെ വ്യത്യാസമാണ്. കാരണം ദൈവം കൈവെള്ളയെ കൊണ്ടെത്തന്നതാണ്. അവസാനം സെക്രട്ടറിയാച്ചനോട് തന്നെ ചോദിച്ചു, അവിടെ നിന്ന് എന്ത് പറയും? പുള്ളി ഇങ്ങനെ ആംഗ്യം കാണിച്ചു, എഴുത്ത് പലതും ചോദിച്ചു. പുള്ളി എഴുതി കൊടുത്തു, യോഹന്നാൻ എഴുതി. ആ പേരെഴുതി കുത്തിട്ടില്ല. അതിന് മുമ്പ് എഴുതി അച്ഛൻ്റെ നാവിൻ്റെ കെട്ട് പൊട്ടി. സ്വന്തം കുഞ്ഞിൻ്റെ പേരെഴുതിയപ്പോൾ അപ്പൻ്റെ കെട്ട് പൊട്ടി. എന്നെ ജന്മത്. ഇന്ന് രാത്രി 1 മിനിറ്റ് ഞാൻ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. ഈ ചെറുവക്കൽ കൺവെൻഷൻ തീരുന്നതിന് മുമ്പ് നിന്റെ തലമുറയെ ദൈവം തൊട്ടിരിക്കും. ഈ കുഞ്ഞുങ്ങളെല്ലാം ഫ്രണ്ടിൽ ഇങ്ങനെ നിരനിരയായിരിക്കുന്നത് കാണുമ്പോൾ ഉള്ളത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. കുമരകത്തെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ സൺഡേ സ്കൂളിൽ പഠിച്ച ഒരാളാണ് ഞാൻ. എന്നെ സ്ഥാനപ്പെടുത്തിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എബ്രഹാം മാത്യു മാവേലിക്കൽ ഈസ്റ്റ് സെൻറ്ററിൽ കർത്താവിനെ ശുശ്രൂഷിക്കുന്നു. ഭാരതത്തിൻ്റെ ഉണർവ് ആരംഭിച്ച പണ്ഡിത രമാഭായി എന്ന് പറയുന്ന കർത്തൃദാസി കേടുകാവിൽ പൂനെയിൽ. ഇവിടെ ഈ ഫ്രണ്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലെ 8 വയസ്സ്, 10 വയസ്സ്, 12, 14, 16 വയസ്സ് പ്രായം 2000-ഓളം കുഞ്ഞുങ്ങൾ നിരനിരയായിരുന്നപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളിലാണ് ആദ്യം ഉണർവ് ആരംഭിച്ചത്. മെച്യൂർ പേഴ്സണാലിറ്റിയുള്ള അച്ചാച്ചന്മാരിലല്ല ഭാരതത്തിൽ ഉണർവ് ആരംഭിച്ചത് കൊച്ചു കുഞ്ഞുങ്ങളിലാണ്. നിങ്ങൾ പണ്ഡിത രമാഭായിയുടെ കാലത്തെ ഉണർവിൻ്റെ ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്ക്. പ്രായമുള്ളവരിലല്ല ഉണർവ് കത്തിയത്, ആത്മാവിൻ്റെ തീ കത്തിയത് പിള്ളേരിലാണ്. ഒന്ന് സ്തുതിക്കാമോ ദൈവത്തെ? ഒന്ന് സ്തുതിക്കാമോ ദൈവത്തെ? കൊച്ചു കുഞ്ഞുങ്ങളിലാണ് ഉണർവ് കത്തിയത്, കൊച്ചു കുഞ്ഞുങ്ങളിലാണ്. അതുകൊണ്ട് ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ അഭിഷേകത്താൽ നിറഞ്ഞ്, ദൈവശക്തിയാൽ നിറഞ്ഞ്, എല്ലാ മാതാപിതാക്കന്മാരോട് ഞാൻ കൈമാറുന്നു, നിങ്ങളുടെ തലമുറയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാൻ എൻ്റെ ദൈവം ഈ തലമുറയിൽ അവസരം തരാതെ വണ്ണം പരിശുദ്ധാത്മാവ് അവരെ തൊടാൻ പോകുകയാ, പരിശുദ്ധാത്മാവ് അവരെ സ്പർശിക്കാൻ പോകുകയാ. ഒരു ദിവസം രാത്രി അർദ്ധരാത്രിയോടെ എടുക്കുമ്പോൾ 2 മണി, 2:30, 3 മണി കുഞ്ഞുങ്ങളെല്ലാം അർദ്ധരാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയാണ്. 1-2 കുഞ്ഞുങ്ങളല്ല, 2000-ഓളം പിള്ളേർ കേടുകാവിൽ മുക്തി മിഷൻ. പെട്ടെന്നൊരു പെൺകുട്ടി തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തലയിൽ തീ കത്തുന്നത് കണ്ടു. ബാത്റൂമിലേക്ക് ഓടിച്ചെന്ന് 1 ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് ഓടി വന്നു ആ കൊച്ചിന്റെ തലയിൽ ഒഴിക്കാൻ. പക്ഷെ വന്നു നോക്കുമ്പോൾ തീ കാണുന്നില്ല. പെട്ടെന്ന് ജനം കരയാൻ തുടങ്ങി. ആരാ ഈ കുഞ്ഞുങ്ങൾ? പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുക. 10 വയസ്സ് പ്രായമുള്ള കൊച്ചിന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്നാ ബോധം? 8 വയസ്സ് പ്രായമുള്ളൊരു പെൺകുഞ്ഞിന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്നാ ബോധം? ആ കുഞ്ഞുങ്ങൾ 1-2 പേർ ഓടിച്ചെന്ന പാതിരാത്രിയിൽ ആംബ്രാസ് എന്ന് പറയുന്ന ഒരു മിഷണറിയുടെ വനിത ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ആ മിഷണറി വനിതയെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് വന്ന് പറഞ്ഞു, പരിശുദ്ധാത്മാവിന് ഉണർവ് നടന്നുകൊണ്ടിരിക്കുക.
8 വയസ്സ് 10 വയസ്സ് പ്രായമുള്ള കൊച്ചിന് ഉണർവെന്ന് പറയാനുള്ള അഭിഷേകം ദൈവം കൊടുത്തെങ്കിൽ വർഷങ്ങളായി ഈ പുസ്തകം ചുമക്കുന്ന നമുക്ക് എന്തുകൊണ്ടാ വേടുന്ന് രാത്രി പറയാൻ മടി? 8ഉം 10ഉം വയസ്സ് പ്രായമുള്ള കൊച്ചു കുഞ്ഞുങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ അതൊരു ഉണർവാണെന്ന് പറയാൻ ആ 8ഉം 10ഉം വയസ്സ് പ്രായമുള്ള കൊച്ചിന് പറ്റിയെങ്കിൽ അതേ ആത്മാവല്ല ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നത്. നമ്മുടെ മെച്ചുവർ പേഴ്സണാലിറ്റി കൊണ്ട് അഭിഷേകത്തെ ഒതുക്കരുത്. നമ്മുടെ മെച്ചുവർ പേഴ്സണാലിറ്റി കൊണ്ട് ആത്മാവിന്റെ ഉണർവ് പറയാതെ പോകരുത്. ഒരു ഉണർവ് കത്തിക്കാളുമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ചെറുവക്കൽ കൺവെൻഷൻ വിരൽ ചൂണ്ടുന്നത് ഒരു ഉണർവിലേക്കാണ്. ചെറുവക്കൽ കൺവെൻഷൻ വിരൽ ചൂണ്ടുന്നത് ഒരു ഉണർവിലേക്കാണ്. കമാൻ, ഞാൻ നിർബന്ധമായി പ്രവചിക്കുന്നു, ചെറുവക്കൽ കൺവെൻഷൻ വിരൽ ചൂണ്ടുന്നത് ഒരു ഉണർവിലേക്കാണ്. എട്ടുപൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ അന്തരാത്മാവ് സംസാരിക്കാൻ തുടങ്ങി. ഉണർവ് 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 ഉണർവ്. ഇന്ന് രാത്രി ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ മേൽ ദൈവാഭിഷേകം ഒന്ന് പകർന്നിരുന്നെങ്കിൽ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർ ഇവിടെ ഉണ്ടോ? ഈ 5 വയസ്സ്, ഈ 8 വയസ്സ്, 10 വയസ്സ്, 12, 14, 16, 18 ഓരോ കുഞ്ഞുങ്ങളും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഇന്ന് രാത്രി നിറയപ്പെടട്ടെ. आलू चका बहताना आटा कमरा हल्ला कडादी अचला हमारा हसना हटका बहंतलिया अर्का बंदरा बशकरबा ആയിരങ്ങളെ വിടുവിക്കുന്ന യൗവനക്കാർ ഈ ഗ്രൗണ്ടിൽ വന്നിരിപ്പുണ്ട്. ആയിരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ പകരാനുള്ള ഒരു തലമുറ ഈ ചെറുവക്കൽ കൺവെൻഷനിൽ ഇരിപ്പുണ്ട്. ഇന്ന് രാത്രി മനുഷ്യരുടെ വാക്ക് കേട്ട് നിന്റെ ഭാവിയെ നീ ഒതുക്കരുത്. പരിശുദ്ധാത്മാവ് ഒരു ഉണർവിന് വേണ്ടി നിന്നെ ജനിപ്പിച്ചിരിക്കുകയാണ്. bala bara bala bara bala bata lamba dika mana gada gala gaba reka dina juda bala bara bata neka dika reka tana baba daja neka dika bala hata reka bala ദിവസം രാവിലെ പണ്ഡിതരമ ഭായി വന്ന് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം ആ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പകർച്ചയുണ്ടായി. അന്യഭാഷകൾ അവർ നിറയാൻ തുടങ്ങി. ഇന്ത്യയിൽ ആദ്യത്തെ ഉണർവ് ആരംഭിച്ചത് കുഞ്ഞുങ്ങളുടെ മേലാണ്. അന്യഭാഷകളിൽ അവർ ദൈവത്തെ സ്തുതിച്ചു. ആ സീസണിൽ ഭാരതത്തിൽ നടന്ന സ്നാനത്തിന് 1200-ഓളം പേരാണ് പൂനെയിൽ സ്നാനപ്പെട്ടത്. ഉണർവ് വെളിപ്പെടും നമ്മുടെ കണ്ണടയുന്നതിന് മുമ്പ്. ഈ ആയുസ്സിൽ ഈ രാജ്യത്തൊരു റിവൈവൽ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ വീശി വീശി ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. റഹബബബ ശഖബബ ശബ്ദമുയർത്തി അന്യഭാഷകൾ പറഞ്ഞ കരങ്ങൾ വീശി വീശി. യെസ് സഖബ റംഗ അഠാഖാനയ റഖമാനയ ശിഗലയ മഹസിയ. ബൈബിൾ പറയുന്നു. അനന്തരം സഖറിയാവ് പ്രവചിച്ചു പറഞ്ഞത് എന്തെന്നാൽ, നാവ് കെട്ടപ്പെടുന്നവരെ പുരോഹിതനാ, കെട്ടഴിഞ്ഞപ്പോൾ പ്രവാചകൻ. ഒരു ഇടവേള നല്ലതാകട്ടോ. മിനിസ്ട്രി ഒന്ന് ചേഞ്ച് ആകാൻ ഇടവേള നല്ലതാണ്. ഇനിയും ഒരു 9 മാസം കൊണ്ട് മിനിസ്ട്രി ചേഞ്ചായി. പുരോഹിതൻ പെട്ടെന്ന് പ്രവാചകനായി. യൗവനത്തിൽ ഒരു കുഞ്ഞിനെ കിട്ടിയാൽ വളർത്തുന്നത് എങ്ങനെ? എനിക്ക് വാർദ്ധക്യത്തിൽ കിട്ടിയല്ല. ഈ കൊച്ചിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുക. ഈ സെയിം ടൈം 4-5 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. അപ്പുറത്തൊരു ജന്മം, അച്ഛൻ്റെ മകൻ ജന്മെടുത്തു. എനിക്ക് തോന്നുന്നു യോഹന്നാൻ സധൈര്യം സഖറിയാച്ചനോടും എലിശബത്തിനോടും തീർത്തൊരു കാര്യം പറഞ്ഞു കാണും. അതെ, ഇനി എന്നെ നോക്കിയിരിക്കണ്ട, ഞാൻ പോവാണ്. അത് എങ്ങോട്ടാ? മരുഭൂമിയിലേക്ക്. എന്തിന്? നസറായനെ പറയാൻ. നസറായൻ എവിടാ? നസറെത്തി. ആരുടെ കൂടെ? ജോസഫിന്റെ മറിയയുടെയും കൂടെ. അത് ശരി, വീട്ടിൽ ഇരിക്കുന്ന ആളെ പറയാൻ നീ വീട് വിടുവാന്നോ? അതെ, അതിൻ്റെ പേരാ ത്യാഗം, അതിൻ്റെ പേരാ ദൗത്യം, അതിൻ്റെ പേരാ നിയോഗം.
ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പൊക്കെ ധരിച്ചു, കാട്ടുതനും വെട്ടുകിളിയൊക്കെ കഴിച്ചു. കണ്ട ഒരു പ്രാകൃത രൂപിയെ പോലെ. ശബ്ദം കേട്ട ഗംഭീരമാണ്. ഇൻട്രൊഡക്ഷൻ കേട്ട പിന്നെ യോഗത്തിലാരും പോയില്ല. എത്ര ഗംഭീരമായ ഇൻട്രൊഡക്ഷൻ. സർപ്പസന്തതി എന്ന് വിളിച്ചാണ് തുടക്കം തന്നെ. ജന ഇളകി കൂടുക. ഞാനിവിടുന്ന് എത്ര സഭ്യമായിട്ടാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. പലരും പറയുന്നുണ്ട് ഞാൻ യോഹന്നാനെ പോലെയാണ്, വെറുതെയാണ്, ചുമ്മാതാണ്. ചിലർ പറഞ്ഞ നാഥാനെ പോലെ, വെറുതെയാണ്. ആരെങ്കിലും ഞാൻ ആനോക്കിനെ പോലെയാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? പറയാറില്ല. കാര്യം എന്താ? ദൈവത്തോടു കൂടെ നടക്കണം. ഒരു ദൂത് പറഞ്ഞെന്ന് പറഞ്ഞ് നാഥാനായില്ല. പറഞ്ഞാമേ യോഹന്നാനെ പോലെയാണ് കട്ട് ചെയ്ത് മേലോട്ട് എടുക്കുകയുള്ളൂ കർത്താവ്. നമ്മൾ ഇവരെ പോലെ ഒന്നുമല്ല, യേശുവിനെ പോലെയാണ്. യേശുവെ പോലെ ആകുവാ, യേശുവിൻ വാക്കു കാക്കുവാൻ, ഓ യേശുവേ നോക്കി ജീവിപ്പാൻ. കരവുയർത്തി പാടിക്കേ. ഈവായെ കാക്ഷിക്കുന്നു ഞാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ, ഈവായെ കാക്ഷിക്കുന്നു. മരുഭൂമിയിലേക്ക് ജനമോടിക്കൂടി ആര് വന്നാലും തന്റെ സന്ദേശം ശക്തമാണ്. ജനമെല്ലാം തന്റെ ഒപ്പം വന്നു. അവസാനം ഈ ജനവുമായി യോർദാനിലേക്ക് താൻ പോവുക. ഇനി കരയിലല്ല, മിനിസ്ട്രി വെള്ളത്തിലാണ്. കരയ്ക്കുന്നുകൊണ്ട് പറഞ്ഞ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാ. നിങ്ങൾ എല്ലാവരും ലൈനായി കൈകൂപ്പി വരണം എന്റെ അടുക്കിലേക്ക് മാനസാന്തര സ്നാനത്തിന് വേണ്ടി. യോഹന്നാൻ സ്നാനമേൽപ്പിക്കുവാൻ വേണ്ടി യോർദാന്റെ വെള്ളത്തിൽ നിൽക്കുന്ന സമയം ജനാവലി മുഴുവൻ കരം കൂപ്പി യോഹന്നാന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുന്നു. യോഹന്നാൻ അവരെ യോർദാനിലെ വെള്ളത്തിൽ സ്നാനപ്പെടുത്തുന്നു. സ്നാനമേറ്റവരെല്ലാം കരയിലേക്ക് കയറുന്നു. സ്നാനപ്പെടാനുള്ളവരെല്ലാം യോഹന്നാന്റെ അടുക്കിലേക്ക് നടന്നു ചെല്ലുമ്പോൾ മൈലുകൾക്ക് അപ്പുറത്ത് നിന്ന് നസറത്തിൽ നിന്ന് കാൽനടയായി മറ്റൊരുവൻ നടന്നു വരികയാണ്. അവനുമായി ലൈനിൽ വന്ന് സ്ഥാനം പിടിക്കുന്നു. നേരെ യോഹന്നാന്റെ അടുക്കിലേക്ക് നടന്നു ചെല്ലുന്നു. നസറായൻ വന്നു നിൽക്കുമ്പോൾ സ്നാനപ്പെടുത്താൻ വേണ്ടി കൈ ഉയർത്തുന്ന യോഹന്നാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. വന്നു നിൽക്കുന്നത് മുമ്പേ സ്നാനപ്പെട്ടു പോയവരെ പോലെ ഒരാളല്ല. ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുകയും ആവസിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ കാണുമോ? അവൻ ആത്മാവിലും തീയിലും സ്നാനപ്പെടുത്തുന്നവനാകോ എന്ന് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് അരുളപ്പാട് പ്രാപിച്ച യോഹന്നാൻ ഞെട്ടിപ്പോയി. പച്ച വെള്ളം പോലും പെട്രോൾ കത്തുന്നത് പോലെ കത്തുന്നതായി തനിക്ക് തോന്നാൻ തുടങ്ങിയ കാര്യ. വന്നു നിൽക്കുന്ന ഒരാൾ വേറെ ആരുമല്ല, നസറായനായ യേശു. ഇന്ന് രാത്രി അവനെ ഉയർത്തിയിട്ട് ഈ ഗ്രൗണ്ടിൽ നിന്ന് പോയാൽ മതി. കമാൻ, എന്നോട് ചേർന്ന് കരം ഉയർത്തി പറ ജീസസ്, ജീസസ്. ആയിരക്കണക്കിന് ജനം ഇന്ന് രാത്രി ഇവിടെ കൂടിയിട്ടുണ്ട്. ഇത്രയും ദൈവമക്കൾ ജീസസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ശബ്ദമല്ല ഉള്ളത്. അലറി വിളിച്ച് കരം ഉയർത്തി വായി തുറന്ന് പറ ജീസസ്. അവിടെ തന്നെ സ്നാനപ്പെടുത്തണം. യേശു പറഞ്ഞു ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമാണ്. സ്വർഗ്ഗം തുറക്കാൻ പിതാവും പറക്കാൻ പരിശുദ്ധാത്മാവും സ്നാനമേൽക്കുവാൻ യേശു ആവർത്തിക്കുന്നു. സ്വർഗ്ഗം തുറക്കാൻ പിതാവും പറക്കാൻ പരിശുദ്ധാത്മാവും സ്നാനമേൽക്കുവാൻ യേശു. ത്രിയേക ദൈവം ഒരുമിച്ച് സമ്മേളിക്കുന്ന മഹനീയമാകുന്ന ശുശ്രൂഷ സ്നാനം. രാത്രി സ്നാനമേൽക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രി സ്നാനത്തിന് സമർപ്പിച്ചിട്ട് പോകുകയാണ് ഏറ്റവും നല്ലത്. കാര്യം കാലത്തികമെങ്കിൽ കാന്തൻ വരാൻ സമയമായി. അവന്റെ വരവിന് മുന്നോടിയായി സുവിശേഷത്തിന്റെ വെള്ളിക്കാഹള ഒരു പ്രാവശ്യം കൂടി ചെറുമക്കൾ ദൈവം നീട്ടി ഊതുകയാണ്. ഇപ്പോഴാകുന്നു സുപ്രസാദകാല, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസ. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോഴുള്ള എല്ലായിടത്തുമുള്ള എല്ലാവരോട് മാനസാന്തരപ്പെടാനുള്ള ദൈവം കൽപ്പിക്കുകയാണ്. ഇന്ന് രാത്രി അഭിമാനത്തോടെ സ്നാനമേറ്റതിൽ അഭിമാനമുള്ള ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ സ്തുതിക്കുക ദൈവത്തെ.
ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരാൾ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേൽക്കാതെ ഇന്ന് രാത്രി ഈ യോഗത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ യോഗം നിങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവം മാറ്റിവെക്കുകയാണ്. നിങ്ങൾ എന്ന ഏക വ്യക്തിക്ക് വേണ്ടി ദൈവം മാറ്റിവെക്കുകയാണ്. ഈ കൺവെൻഷൻ തീരുന്നതിന് മുമ്പ് ഇവിടെ ധാരാളം പ്രിയപ്പെട്ടവർ സ്നാനജലത്തിൽ സ്നാനപ്പെടാൻ പോകുകയാണ്. നൂറുകണക്കിന് പേർ ഒരുമിച്ച് സ്നാനപ്പെടുന്ന ഉണർവിന്റെ കൺവെൻഷനാണ് ചെറുവക്കൽ കൺവെൻഷൻ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ കൈമാറുകയാ. ഒരു ദിവസം കൂടി ആയുസ് നീട്ടി തന്നാൽ അത് സ്നാനപ്പെടാൻ വേണ്ടിയുള്ളതാണ്. സ്നാന ഒരു സഭയുടെ ഇടപാട് വേണ്ടി എഴുതി ഉണ്ടാക്കിയ ഒരു കാര്യമല്ല. സ്നാന എന്റെ കർത്താവ് കാണിച്ച മാതൃകയാണ്. സ്നാന അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്. സ്നാന ദൈവത്തിന്റെ നീതിയാണ്. സ്നാന ദൈവത്തിന്റെ ആലോചനയാണ്. സ്നാന ക്രിസ്തുവിനെ ധരിക്കാനാണ്. സ്നാന യേശുവിനോട് ചേരാനാണ്. സ്നാന ജീവന്റെ പുതുക്കത്തിൽ നടക്കാനാണ്. എല്ലാറ്റേക്കാൾ ഉപരി സ്നാന എന്റെ യേശുവിന്റെ മരണ അടക്ക പുനരുത്ഥാനങ്ങളോട് ഏകീഭവിക്കാനാണ്. മനസ്സിലാകും. പക്ഷേ ഇതിന്റെ മർമ്മം ഭയങ്കരമാണ്. ഇതിന് തത്തുല്യ യോഗ്യത എന്ന് പറഞ്ഞ് വേറൊരു സാധനം ഇല്ല. സ്നാനത്തിന് സ്നാനം മാത്രമേ ഉള്ളൂ. യോഹന്നാൻ യേശു കർത്താവിനെ സ്നാനപ്പെടുത്തുകയാണ്. സ്നാനം കഴിയുന്നു, സ്വർഗം തുറക്കുന്നു. പിതാവ് പറയുന്നു, ഇവൻ തച്ചന്റെ മകനല്ല, ഇവൻ മറിയയുടെ മകനുമല്ല, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അറ്റസ്റ്റേഷൻ, മുദ്ര ചെയ്യുകയാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാം നാളും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഉറപ്പിച്ച് പ്രിയ മക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ യോർദാനിലേക്ക് പറന്നിറങ്ങുകയാണ്. പ്രാവ് പോലെ പരിശുദ്ധാത്മാവ് പ്രാവല്ല, പ്രാവ് പോലെ. പരിശുദ്ധാത്മാവ് കാറ്റല്ല, കാറ്റ് പോലെ. പരിശുദ്ധാത്മാവ് തീയല്ല, തീ പോലെ. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ കാറ്റുപിടുത്തം ഈ ഗ്രൗണ്ടിന്റെ അകത്ത് സംഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുകയാണ്. അഗ്നിജ്വാലയല്ല പരിശുദ്ധാത്മാവ്, അഗ്നിജ്വാല പോലെ. കൊടിയ കാറ്റല്ല പരിശുദ്ധാത്മാവ്, കൊടിയ കാറ്റ് അടിക്കുന്നത് പോലെ. പ്രാവല്ല പരിശുദ്ധാത്മാവ്, പ്രാവ് പോലെ. ഇന്ന് രാത്രി അവൻ എങ്ങനെ വ്യാപരിക്കാൻ ഈ രാത്രി ആഗ്രഹമുണ്ടോ അതുപോലെ പരിശുദ്ധാത്മാവിന്റെ കയ്യിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ഈ കൺവെൻഷനിൽ ദൈവത്തിന്റെ ശക്തി പുറപ്പെടുവാനിടയായി തീരും. പരിശുദ്ധ പിതാവേ, ഇന്ന് രാത്രി അവിടത്തേക്ക് ഇഷ്ടം ഏതാണോ അതുപോലെ ഇന്ന് രാത്രി ഞങ്ങളുടെ മേലൊന്ന് ആവസിക്കണം, ഞങ്ങളുടെ മേലൊന്ന് വ്യാപരിക്കണമെന്ന് ഇന്ന് രാത്രി പറയാൻ തയ്യാറുണ്ടോ ദൈവമക്കളെ? പെന്തക്കോസ്ത് വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്ന് പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്ന് മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയത് പോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. കൈയടിക്കണ്ട, ശബ്ദം മാത്രം ഉയരട്ടെ. ഇത് ചെറുവക്കൽ കൺവെൻഷൻ ആയതുകൊണ്ടാണ് ആത്മാവ് പറയുന്നത്. വേറെ ഏതെങ്കിലും ഒരു കൺവെൻഷനാണ് ആത്മാവ് ഇങ്ങനെ പറയില്ലെന്ന് എൻ്റെ വിശ്വാസം. കാരണം ഇവിടെ ആത്മാവിന്റെ സ്വാതന്ത്ര്യം ശക്തമായി വെളിപ്പെടുന്നുണ്ട്. ആയതുകൊണ്ട് അന്യഭാഷകൾ മാത്രം പറഞ്ഞത് അന്യഭാഷകൾ റഹിമദാന അടക്കതകനകസി മാത മാസ്ത മാലഖിദ വർമാസി സബറ വദനക പൗഷ്. ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ നിങ്ങളോട് കൈമാറട്ടെ. ഞാൻ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച സമയം ഓർമ്മയുണ്ടോ? ആ സമയത്ത് ആരും അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടില്ല, പറയേണ്ട കാര്യവുമില്ല. കാര്യം അന്ന് പ്രാപിച്ചത് ഓർമ്മയുണ്ടെങ്കിൽ ഒരു സത്യം ഞാൻ പറയാം, നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുകയായിരുന്നു പ്രാപിച്ച അന്ന്. പരിശുദ്ധാത്മാഭിഷേകം ആദ്യം പ്രാപിച്ച ആ ദിവസം ഓർക്കുന്നുണ്ട്. ഉപവാസ പ്രാർത്ഥനയിൽ, ഒരു കാത്തിരിപ്പ് യോഗത്തിൽ, ഒരു കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് നീ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവശക്തി അങ്ങോട്ട് വ്യാപരിച്ച സമയം നിനക്ക് നിന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. കൈയടിച്ച് അവസാനം കൈ രണ്ടും പൊട്ടിയിട്ടും കൈയടി നിർത്താതെ ആ കൈയടി കണ്ടിന്യൂ ചെയ്ത് ഓർമ്മയുണ്ടോ? കൈ പൊട്ടി ചോര വന്നിട്ടും കൈയടി നിർത്തുന്നില്ല. നിന്റെ അടുത്തുനിന്ന് ആൾക്കാരും എല്ലാം മാറിയിരിക്കാൻ തുടങ്ങി. കൈ താമ തട്ടാൻ തുടങ്ങി, കൈമുട്ട് കൊള്ളാൻ തുടങ്ങി. ആമേൻ. നിനക്ക് പറ്റണില്ല, ഒരു സ്ഥലത്ത് ഇരുന്ന് ആരാധിക്കാൻ പറ്റുന്നില്ല. പന്ത് വലിച്ചെറിയുന്ന പോലെ നീ എറിയപ്പെടുകയാ. അങ്ങനെ അഭിഷേകം പ്രാപിച്ചവർ
ചെറുവക്കൽ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. ഇന്ന് പ്രസ്റ്റീജായി സ്റ്റാറ്റസ് ഡീസൻസി എല്ലാം കീപ്പപ്പ് ചെയ്ത് സ്വദേശ വിദേശ നന്മകൾ എല്ലാം കൂടി വന്നപ്പോ ആരെയൊക്കെയോ ബേസ് ചെയ്ത് എന്തൊക്കെയോ പച്ചയും പത്രാസും മനസ്സിൽ വന്നപ്പോ നീ പൂട്ടി വെച്ചത് പരിശുദ്ധമാവില്ല. അന്ന് നീ പറന്നാരാധിച്ച വ്യക്തിയാ, തീ പിടിച്ച് ആരാധിച്ച വ്യക്തിയാ. അന്ന് നീ ആത്മാവിൽ ദാവീദിനെ പോലെ നടനമാടി നൃത്തം ചവിട്ടി ആത്മാവിൽ കുതിച്ചൊരാളാ നീ. പടയ്ക്ക് പുറപ്പെടുന്ന പടക്കുതിരയെ പോലെ നീ കുതിച്ചു മാറിയൊരു സമയമുണ്ടായിരുന്നു. അടകമാസിയ ആരെല്ലാം അന്യഭാഷ നിർത്തിയാലും നീ അന്യഭാഷ നിർത്താതെ നിന്റെ നാവിൽ കൂടി അണക്കെട്ട് പൊട്ടിച്ചു വിടുന്ന പോലെ, വെള്ളം കുതിച്ചു പായുന്ന പോലെ ആത്മാവിന്റെ തീയുടെ ഭാഷ നാവിൽ നിന്ന് പുറത്തു വന്നൊരു സമയം ഉണ്ടായിരുന്നു. നിനക്കെങ്ങാനും പ്രാർത്ഥിക്കാൻ സഭയിൽ ചാൻസ് കിട്ടിയാൽ ആ പ്രാർത്ഥനയുടെ ഇടയിൽ ദൈവശക്തി ആദരിക്കുമായിരുന്നു. എവിടെ പോയാ ദൈവകൃപ, എവിടെ പോയാ ദൈവശക്തി, എവിടെ കൊണ്ട് കളഞ്ഞ ദൈവകൃപ? ഇന്ന് രാത്രി തിരിച്ചു പിടിക്കാൻ പോകുകയാ. ഒരു ഉണർവിന്റെ കാഹള ദൈവം നീക്കാൻ പോകുകയാ. സ്റ്റാറ്റസ് നോക്കണ്ട, ഡീസൻസി കീപ്പപ്പ് ചെയ്യണ്ട. അന്ന് തൊട്ടവേ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് നിനക്ക് ഇങ്ങനൊരു ശുശ്രൂഷയില്ല, അന്ന് ഇതുപോലത്തെ പ്ലാറ്റ്ഫോം ഇല്ല, അന്ന് നീ ഫ്ലൈറ്റ് കണ്ടിട്ടില്ല, അന്ന് വിസ കിട്ടിയിട്ടില്ല, അന്നൊരു നന്മ നിനക്കില്ല. അന്ന് നിന്റെ ഒപ്പം ഉണ്ടായിരുന്നവൻ അവൻ മാത്രമായിരുന്നു. ഇന്ന് രാത്രി അനുഭവമുള്ള ദൈവമക്കൾ കുതിച്ച് നൃത്തം ചവിട്ടി ഈ ഗ്രൗണ്ടിൽ ദൈവത്തെ സ്തുതിക്കാൻ പോകയാ. ഭാഷകൾ ദൈവത്തെ സ്തുതിക്കട്ടെ. റഹിമ അടകമനക രംഗപൗഠമനക തര ബൗഷിസി അടകപദജനക ബൗഷമന ഹംദരാധന അട്ടവാചന ബംബബബബ അടകമനക സൈനസിയ. അതിന്റെ ഇടയിൽ 3 ദിവസത്തെ ഫാസ്റ്റിംഗ്, 7 ദിവസത്തെ ഫാസ്റ്റിംഗ്, 21 ദിവസത്തെ ഫാസ്റ്റിംഗ്. ആരും നിന്നോട് പറയണ്ട. ആത്മാവ് നിന്റെ അകത്ത് കയറുമ്പോ നീ ഫാസ്റ്റിംഗ് ആണ്. ആ ഞായറാഴ്ച നീ വരുന്നത് 3 ദിവസത്തെ ഫാസ്റ്റിംഗ് കഴിഞ്ഞ് നീ ആലയത്തിൽ വന്ന് ആരാധിക്കാൻ തുടങ്ങുമ്പോ, നിന്റെ ആരാധനയുടെ ശബ്ദം കേൾക്കുമ്പോൾ ആലയം മുഴുവൻ തീ പിടിക്കാൻ തുടങ്ങുക. എവിടെ പോയാ ദൈവകൃപ? ആ കൃപ ജ്വലിക്കുന്ന ദൈവമക്കൾ വായി തുറന്ന് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകുക. ഇടത്തും വലത്തിരിക്കുന്ന അച്ചാച്ചന്മാരെ നോക്കരുത്, ഈ പ്ലാറ്റ്ഫോമിലേക്ക് നോക്കരുത്, എന്നിലേക്ക് നോക്കരുത്, അവനിലേക്ക് നോക്കുക. ശക്തി ഇറങ്ങട്ടെ, ശക്തി ഇറങ്ങട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ. അന്ന് നിന്റെ അടുത്തൊരാൾ വന്നിരുന്നാൽ ആ വ്യക്തി പരിശുദ്ധാഭിഷേകം പ്രാപിക്കുമായിരുന്നു. നീ ആ വ്യക്തിയുടെ ദേഹത്ത് കൈവച്ച് പ്രാർത്ഥിച്ചാൽ ഉടനടി ആ വ്യക്തിയുടെ നാവിന്റെ കെട്ടുപൊട്ടുമായിരുന്നു. എവിടെ പോയി നിന്റെ അന്യഭാഷകളുടെ മേലുള്ള അഭിഷേകം? അന്ന് നീ പ്രാർത്ഥിക്കാൻ നിന്റെ ദൈവദാസന്റെ കൂടെ പോയി കഴിഞ്ഞാൽ ദുരാത്മാക്കൾ ഇറങ്ങി മാറുമായിരുന്നു, ഭൂതബന്ധനങ്ങൾ അഴിഞ്ഞു മാറുമായിരുന്നു. ഇന്ന് രാത്രി ആ ദൈവകൃപ നഷ്ടപ്പെട്ടു പോയോ? എന്റെ കർത്താവ് പറയുന്നത് അങ്ങനെ നിന്നെ വിടാൻ തയ്യാറല്ല. അന്ന് തൊട്ടവേ ഇന്ന് രാത്രി നിന്നെ ഒന്നുകൂടെ തൊടാൻ പോകയാ. പുതിയ ഭാഷകൾ കൊണ്ട് ദൈവത്തിന്റെ നാവിനെ നിറയ്ക്കുകയാണ്. ന്യൂ ലാംഗ്വേജസ്, പുതിയ ഭാഷകൾ വായി തുറന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവസന്നിധി നിന്റെ നാവിനെ ദൈവം തൊടുകയാ. നിന്റെ നാവിനെ ദൈവം ഇന്ന് രാത്രി തൊടുകയാ. ഇതുവരെ പറയാത്ത ഭാഷകൾ, സ്വർഗത്തിന്റെ ഭാഷകൾ ആത്മാവ് നിന്റെ നാവിൽ തരികയാ. അടങ്ങിയിരിക്കരുത്. വായി തുറന്ന് എനിക്കറിയാം, സമയം പോകുന്നത് എനിക്കറിയാം, എന്നാലും സാരമില്ല. പണ്ടത്തെ പോലൊരു നല്ല കാല കർത്താവ് ഈ രാത്രി നമുക്ക് വെച്ച് നീട്ടുകയാ. അഭിഷേകത്തിന്റെ കാല, ആത്മഭാഷയുടെ കാല, ആത്മസാന്നിധ്യത്തിന്റെ കാല, ആത്മാവിന്റെ അധികാരത്തിന്റെ കാലം. ഈ ആരാധനയിൽ രോഗികൾ സൗഖ്യമാകട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, രോഗബന്ധനങ്ങളിൽ രാത്രി അഴിഞ്ഞു മാറട്ടെ, മാനസിക കെട്ടുകളിൽ രാത്രി അഴിഞ്ഞു മാറട്ടെ, എല്ലാ തൈറോയിഡിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, ഹാർട്ട് അറ്റാക്കുകൾ മാറട്ടെ, ആർത്രൈറ്റിസുകൾ മാറട്ടെ, എല്ലാ രോഗബന്ധനങ്ങളെയും പൗലോസ് അണലിയെ കുടഞ്ഞു കളഞ്ഞതുപോലെ ഈ ആരാധനയിൽ കുടഞ്ഞു കളയുക, കുടഞ്ഞു കളയുക. ഒരു സൈന്യം ഇതിന്റെ അകത്തുനിന്ന് പുറത്തിറങ്ങാൻ പോകുകയാ. ആമേൻ. പലരും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിയാൻ പോകുകയാ.
കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിന്റെ തലമുറയിൽ ഒന്ന് പുറത്തു വരാൻ പോകുകയാ. നിന്റെ തലമുറയിൽ ഒന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അഭിഷിക്തനായി മാറാൻ പോകുകയാ. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കും മാതാപിതാക്കന്മാരെ, യേശുവിന്റെ നാമത്തിൽ ഒരു ആത്മപകർച്ച ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ സംഭവിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കുന്ന ഞാൻ തിരിച്ചറിയുന്നു. ആത്മനിറവുള്ള ദൈവമക്കൾ അന്യഭാഷകളിൽ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചോണ്. ചെറുമക്കൾ കൺവെൻഷന്റെ പ്രഥമ രാത്രി അഭിഷേകത്തിന് ദൈവം മാറ്റിവെക്കുക, ദൈവശക്തിക്ക് ദൈവം മാറ്റിവെക്കുകയാ. രോഗസൗഖ്യം ഇതിന്റെ അകത്ത് നടക്കുകയാ. ആയിരങ്ങളെ സൗഖ്യമാക്കേണ്ടവർ ഇതിന്റെ അകത്തുണ്ടെന്നേ, ആയിരക്കണക്കിന് കെട്ടുകൾ അഴിക്കേണ്ടവർ ഇതിന്റെ അകത്തുണ്ട്. ഒരു പൊത്തുവരുത്ത പരുവത്തിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് പോകാനല്ല എന്റെ ദൈവം നിന്നെ അഭിഷേകം ഏൽപ്പിച്ച്, എന്റെ ദൈവം നിന്നെ മിനിസ്ട്രി ഏൽപ്പിച്ചത്. ഒരു പൊത്തുവരുത്ത പരുവത്തിന് കാര്യങ്ങൾ പോയി ഒരു വെള്ളിയും ഞായറും മാത്രം കാര്യങ്ങൾ പറഞ്ഞ് തീർക്കാനല്ല. എന്തോ ഒരു ദൈവിക പദ്ധതി നിന്റെ മേൽ ദൈവം പകർന്നിട്ടുണ്ട്. അത് ഉറപ്പിക്കുന്നെങ്കിൽ മാത്രം ഈ രാത്രി സ്തുതിക്കുക, ദൈവത്തെ സ്തുതിക്കുക. ദൈവം അത് ചെയ്യട്ടെ. Badana 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 arka manega dalawai thani arka banda rakhanaya arka bamthoniya ba zaidasiya ataka badana bamthaniyaza arka manega dalawai shaida bahriya arka manega dalawai shamdaradana ataba rakha manega zaidasiya യേശുവിന്റെ നാമത്തിൽ ചെറുമക്കൾ കൺവെൻഷൻ ആത്മാവിൽ തീ പിടിക്കുകയാ, ആത്മാവിൽ തീ പിടിക്കുകയാ. ആത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി കത്തി കാണട്ടെ. അവർ ഹന്തലയബഖാന ഹേ യൗവനക്കാരാ, നിന്റെ യൗവനം പരിശുദ്ധമാവിനാ, നിന്റെ യൗവനം യേശുവിനാ, നിന്റെ യൗവനം അഭിഷേകത്തിനാ, നിന്റെ യൗവനം ശുശ്രൂഷയ്ക്കാ. ഇന്ന് രാത്രി ദൈവത്തോട് പറ, എന്നെയും കൂടി തൊടണമേ. Badana 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 atta badanga badanga badanaga ataka badanaga baitini arka managa dalawai shaindvi atta vachana kababini arka bandal kamaniyaza ataka badanaga zaidasiyara arta banja bhalaya thaniya ataka badanaga badila rahiya arta badini gabav shamdaradane ataka badanaga baitanaziya arka prauda managa zaidasiya arta machaniya ataka badanaga bavshasiyara ataka badanaga zaidasiya ee ratri വരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണം, പ്രവചന വരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണം, വ്യാഖ്യാന വരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണം. എന്റെ മേൽ മങ്ങിപ്പോയ വരങ്ങളെ ഇന്ന് രാത്രി എന്റെ ദൈവം ജ്വലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, എന്റെ ദൈവം ജ്വലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നീ അഭിഷേകം പ്രാപിച്ചപ്പോൾ വരങ്ങളോടുകൂടിയാണ് നീ അഭിഷേകം പ്രാപിച്ചേ. വെളിപ്പാടോടുകൂടെ, ദർശനങ്ങളോടുകൂടെ, സ്വർഗീയ സ്വപ്നങ്ങളോടുകൂടെ ഇന്ന് രാത്രി ദൈവം പറയുന്നു, അതേ ഒരു നിറവ് വീണ്ടും നിന്റെ മേൽ വരികയാ. ന്യൂ ലൈഫ് സെമിനാരിയിൽ നിന്ന് ഈ പ്രാവശ്യം ഗ്രാജുവേറ്റ് ചെയ്ത് പുറത്തിറങ്ങുന്ന ഓരോ വേലക്കാരും ആത്മാവിന്റെ അഭിഷിക്തരായി പുറത്തിറങ്ങുന്നു. ആത്മാവിൽ തീ പിടിച്ചവർ പുറത്തിറങ്ങുന്നു. ആത്മാവിൽ വരങ്ങളോടുകൂടെ അവർ പുറത്തിറങ്ങട്ടെ, ആത്മഭാരത്തോടുകൂടെ പുറത്തിറങ്ങട്ടെ. Righteous victoria mashaitas ataki matavarma Spirit of God ataki madhurmas lepa roka patava dhapu chmanaga baba shakar va sambama lepta managas Atta Vachagar ka mandar baniya saita bakoriya saitas Akshara managadala vaishantara bauta managa saitas Ratuma sattava chala gatali ga bauta managa shalta managa bauta
തൊടട്ടെ, പരിശുദ്ധമാവ് തൊടട്ടെ, പരിശുദ്ധമാവ് തൊടട്ടെ. ദൈവകൃപ നഷ്ടപ്പെടുത്തിയിട്ട് ജീവിക്കാൻ പോകരുത്. അഭിഷേകം കളഞ്ഞു കുടിച്ചിട്ട് കാര്യം പറയാൻ പോകരുത്. വരങ്ങളെ പൂട്ടി വെച്ചിട്ട് കാര്യം പറയാൻ പോകരുത്. നാം ആരോട് ചോദിക്കാതെ ദൈവാമാവ് നിന്റെ മേൽ പകർന്ന ദൈവാഭിഷേകത്തിന്റെ പകർച്ച നഷ്ടപ്പെടുത്താതെ ഇന്ന് രാത്രി തെക്കും വടക്കും നോക്കിയിരിക്കാതെ, തെക്കും വടക്കും നോക്കിയിരുന്ന കമന്റ് പാസാക്കാതെ ഇന്ന് രാത്രി കണ്ണടച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ദൈവമേ, ഒരു തലമുറയുടെ മേൽ അഭിഷേകം പകരുന്ന ഒരു കൺവെൻഷനാക്കി ചെറുവക്കൽ കൺവെൻഷൻ മാറ്റണേ. ഇതിന്റെ പുറകിൽ കഷ്ടപ്പെട്ടവരുണ്ട്. ഇതിന്റെ പുറകിൽ പ്രസംഗിച്ചവരെക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ടവരുണ്ട്. ഇതിങ്ങനെ ആയി മാറുവാൻ വില കൊടുത്തവരുണ്ട്. രാമകനില്ലാതെ ഉപവസിച്ച് കരഞ്ഞവരുണ്ട്. ഒരു ജീവിതം മുഴുവൻ മാറ്റിവെച്ചവരുണ്ട്. അവരുടെ ഹൃദയം നിറയുന്ന രാത്രിയാണിത്. അവരുടെ കണ്ണ് നിറയുന്ന രാത്രിയാണിത്. കാര്യ പൈസയ്ക്ക് വരുന്നവനല്ല പരിശുദ്ധാത്മാവ്. ദാഹമുള്ള ഹൃദയത്തിൽ പെയ്തിറങ്ങുന്ന ദൈവത്തിന്റെ ആത്മാവേ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെ, അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെ, അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ പകർച്ച ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് സംഭവിക്കട്ടെ. അറബി അബ്ദുൽ ഖാനി അടക അസമഖാന അർക്ക തമ്പലയാസി അട്ട ചാനക ക്ഷണാധികാർ മവാസന സ്ഥരാദിനി ഒന്നും നിന്റെ കയ്യിൽ കാണുകയില്ല. പക്ഷെ നിന്റെ മേൽ അഭിഷേകം വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ കയ്യിൽ ഉണ്ടെന്ന് പറയാൻ സാധ്യതയുള്ള പലതിനെയും വെല്ലുന്ന ദൈവശക്തിയുമായി നീ രാജ്യങ്ങളെ യേശുവിന് വേണ്ടി നിറയ്ക്കാൻ, ഭാരതത്തെ യേശുവിന് വേണ്ടി നിറയ്ക്കാൻ തമ്പുരാൻ നിന്നെ കണ്ടതാണ്. ഒരു വേലയ്ക്ക് ദൈവം നിന്നെ കണ്ടതാണ്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒറീസ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബംഗാൾ, ഭാരതം മുഴുവൻ യേശുവിന്റെ നാമത്തെ പറയാൻ വിളിക്കപ്പെട്ട നിന്റെ മേൽ ഇന്ന് രാത്രി ഒരു ആത്മപകർച്ച ഉറപ്പാണ്. ഉയർത്തി ഹല്ലേലൂയ പറ കർത്താവേ. ചേർന്ന് ഹല്ലേലൂയ പറ. ജീസസ് സ്നാനമേറ്റതിന് ശേഷം ആത്മശക്തിയോടെ നടന്നു പോകുന്ന നസ്രായൻ. എൻ്റെ വാക്ക് ഞാൻ നിർത്താം. ജസ്റ്റ് 5 minutes. നടന്നു പോകുന്ന നസ്രായൻ. അവർ ചോദിച്ചാരായി പോകുന്നേ? ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ പറഞ്ഞു അവരോട്, നിങ്ങൾ ഇനി എൻ്റെ കൂടെ നിൽക്കേണ്ട, അവൻ്റെ കൂടെ പോവുക. അതെന്താണ്? മണവാട്ടി ഉള്ളവനാ മണവാളൻ. ഞാനല്ല മണവാളൻ, എനിക്ക് മണവാട്ടിയില്ല. മണവാട്ടി ഉള്ളവനായി പോകുന്നേ. പിന്നെ നീ ആരാ? ഞാൻ ആ പോകുന്ന മണവാളന്റെ സ്നേഹിതനാ. എന്ന് വെച്ചാ അവന്റെ ശബ്ദമാ ഞാൻ. അവനാ മണവാട്ടിയുള്ളേ. ഞാനിന്ന് രാത്രി ഇത് പറയുന്നത് മണവാട്ടി സഭയോടാ. മണവാട്ടി സഭയുടെ ആരോഗ്യം, മണവാട്ടി സഭയുടെ ആരോഗ്യം ഉയർത്തി സ്തോത്രം പറ ദൈവത്തിന്. കമാ. ആരോഗ്യമുള്ള മണവാട്ടി സഭ, അഭിഷേകമുള്ള മണവാട്ടി സഭ, മണവാട്ടി സഭ അതിൻ്റെ പക്വതയിൽ ദൈവത്തെ സ്തുതിക്കുന്നതിനായി സ്തോത്രം.
അതിൻ്റെ അധികാരത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നതിനായി സ്തോത്രം. മണവാട്ടി ഉള്ളവനാ മണവാളൻ. മണവാളൻ്റെ സ്നേഹിതനാണ് ഞാൻ. എനിക്ക് അവൻ്റെ ശബ്ദമായി മാറാനേ പറ്റിയിട്ടുള്ളൂ. എൻ്റെ ഉള്ളം ഇപ്പോൾ ത്രസിക്കുകയാണ്. കൂടെ നിന്നവരെല്ലാം പോയി. നമുക്കറിയാം ഹെരോദാവിൻ്റെ പാപം പരസ്യമായി വിളിച്ചു പറഞ്ഞതുകൊണ്ട് പിടിച്ചു തടവിലിട്ടു. സന്തോഷത്തോടെ തടവിലേക്ക് പോകുന്നു, ചിരിച്ചോണ്ട. കാര്യം മരത്തിൻ്റെ ചവിട്ട് കോടാലി വെച്ചിട്ടുണ്ട്. നസറായൻ അത് വന്ന് എടുക്കുമെന്ന് ഉറപ്പായി യോഹന്നാൻ. പക്ഷെ നസറായൻ്റെ മാർഗം കോടാലിയല്ല, സ്നേഹമാണ്. കുറച്ചായിട്ടും വിടുതൽ വരുന്നില്ല എന്ന് കണ്ടപ്പോൾ സംശയമായി. കുറച്ച് നാളായി മുടികളെല്ലാം നീണ്ടു വളർന്നു, കൈയുടെയും കാലിൻ്റെയും നഖങ്ങളെല്ലാം നീണ്ടു വളർന്ന് പ്രാകൃത രൂപിയായി മാറി കാരാഗ്രഹത്തിൽ. ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുന്ന ഈ ശിഷ്യനോട് ചോദിച്ചൊരു ചോദ്യം, വരുവാനുള്ളവൻ നീയാണോ അതോ ഞങ്ങൾ മറ്റൊരാളെ കാത്തിരിക്കണം? പോയി ചോദിക്കാൻ പറഞ്ഞു. പലസ്തീൻ്റെ മണ്ണ് മുഴുവൻ ഹന്നാവിൻ്റെ കയ്യഫാവിൻ്റെയും കെട്ടുപൊട്ടി യേശുവിൻ്റെ പുറകെ പോയി. യേശു കർത്താവിൻ്റെ കൂടെ ആയിരക്കണക്കിന് ജനം നിൽക്കുമ്പോൾ നേരെ ഇടയിൽ കൂടി നടന്ന് അകത്തോട്ട് ചെന്ന് നാഥൻ്റെ കാതിൽ ഒരു ചോദ്യം. ഞാൻ യോഹന്നാൻ്റെ ശിഷ്യനാണ്. യോഹന്നാൻ പറഞ്ഞിട്ട് വരുവാ, നീ തന്നെയാണോ വരാനുള്ളവൻ അതോ വേറെ ആരെയും കാത്തിരിക്കണമെന്ന് ചോദിച്ചു. യേശു പറഞ്ഞു, നീ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു, യോഹന്നാനോട് പോയി പറയാൻ പറഞ്ഞു. പോകാൻ നേരത്ത് പറയും, എങ്കിൽ ഇടറി പോകാത്തവൻ ഭാഗ്യവാനെന്ന് പറഞ്ഞേക്കാം. പോകുന്ന സമയത്ത് പരസ്യമായിട്ട് പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവർ യോഹന്നാനെ പോലെ വലിയൊരാൾ വേറെയില്ല. ഊട്ടി വരുന്ന ഈ ശിഷ്യൻ യോഹന്നാൻ ചോദിച്ചു, എന്ത് പറഞ്ഞു യേശു? അവൻ തന്നെയാണോ? കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നിന്നോട് വന്ന് പറയാൻ പറഞ്ഞു. നീ എന്താ കണ്ടേ? ഗുരു, ഞാൻ ഒത്തിരി കണ്ടു. നീ എന്താ കേട്ടെ? ഗുരു, ഞാൻ ഒത്തിരി കേട്ടു. ഞാൻ കണ്ടതും കേട്ടതും നിന്നോട് പറയാൻ പോകും. നമ്മളെന്ന് ശുശ്രൂഷിച്ച് നടക്കുമ്പോൾ ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ഓടി വരുമായിരുന്നു. അന്ന് നമ്മൾ നടന്നു ചെല്ലുന്ന സമയത്ത് ബർത്തിമായി എന്ന് പറയുന്നൊരു കുരുടനെ ഓർമ്മയുണ്ടോ? നമ്മൾ കറൻസി ഇട്ട് കൊടുത്തേ. അതെ, അവൻ സൗഖ്യമായി. എങ്ങനെ? മഷിക അങ്ങോട്ട് ചെന്ന് കാഴ്ച പ്രാപിക്കാമെന്ന് പറഞ്ഞപ്പോൾ സൗഖ്യമായി. നാട്ടിലെ കുരുടന്മാരെല്ലാം ഇന്ന് പുള്ളി കളക്ട് ചെയ്യുകയാണ്. എല്ലാ പുള്ളിയും വന്ന് സൗഖ്യമാകുകയാണ്. ഗുരു, നമ്മളൊക്കെ പോകാൻ അറയ്ക്കുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ടായിരുന്നു, ലെപ്രസി സ്ട്രീറ്റ്, കുഷ്ഠരോഗികൾ ഇരിക്കുന്ന തെരുവ്. ഇന്ന് ആ തെരുവിൽ കുഷ്ഠരോഗികളില്ല. എന്ന് വെച്ചാൽ യേശു കർത്താവ് വന്ന് കുഷ്ഠരോഗിയെ തൊടുമ്പോൾ അവൻ സൗഖ്യമാകുന്നു. നീ എന്താ ഈ പറയുന്നത്? ഞാൻ കണ്ടതാ ഗുരു. ഗുരു, പലസ്തീൻ്റെ മണ്ണിൽ നിന്ന് മരണമില്ല. എങ്ങാനും മരിച്ചാൽ അടക്കാൻ പോകുന്ന വഴി, കഴിഞ്ഞ ദിവസം നമ്മളെ ആ നയ്യീനിലെ വിധവയുടെ കുഞ്ഞിനെ അടക്കാൻ പോയപ്പോൾ വഴിയിൽ നടന്നിങ്ങോട്ട് വന്ന് മഞ്ചത്തെ തൊട്ടപ്പോഴേ അവർ നിന്നു. ബാല എഴുന്നേക്കാന്ന് പറഞ്ഞുടനെ കൊച്ചൻ എഴുന്നേറ്റു. അടക്ക് നടന്നില്ല. പിന്നെ ഇടയ്ക്കൊരടക്ക് നടന്നായിരുന്നു. നമ്മുടെ ആ ലാസറിൻ്റെ വീട്ടിൽ മാർത്തയുടെയും മറിയയുടെയും സഹോദരൻ ലാസർ മരിച്ചായിരുന്നു. എന്നിട്ട് 4 ദിവസം കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് ചെന്ന് ആ കല്ലൊന്ന് മാറ്റാൻ പറഞ്ഞു. മാറ്റിയപ്പോഴേ യേശു പറഞ്ഞു പുറത്തു വരാൻ. എന്നിട്ട് കെട്ടപ്പെട്ടവനായ ആൾ പുറത്ത്. ഇപ്പം പന്തിയിലിരിപ്പുണ്ട്. 7 ഭൂതം പിടിച്ച മറിയ അപ്പം തന്നെ സൗഖ്യമായി. പടകേറി അക്കരെ ചെന്ന് 6000 ഭൂതം പിടിച്ച് കിടക്കുന്ന ഒരു വ്യക്തി അപ്പോൾ തന്നെ അഴിഞ്ഞു. ഇന്ന് 10 പട്ടണത്തിലെ സുവിശേഷ വേലക്കാരനാണ് പുള്ളി. ഗുരു, ചെറിയ കാര്യമൊന്നുമല്ല. 5000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ കക്ഷിയുടെ കയ്യിൽ അപ്പം 5 മതി. ഞാൻ കണ്ടു ഗുരു, ഞാൻ കണ്ടു. പലസ്തീൻ്റെ മണ്ണ് മുഴുവൻ അവൻ പിടിച്ചടക്കി കഴിഞ്ഞു. ലോകം മുഴുവൻ അവൻ്റെ കീഴെയായി. എനിക്ക് തോന്നുന്നു അഴിയിലെ പിടിവിട്ട് നിലത്തേക്ക് മുട്ടുമടക്കി ഇരുകര ഉയർത്തി താൻ പറഞ്ഞു കാണു, ഞാൻ കുറയാം, അവിടുന്ന് വളരട്ടെ. ഗുരു, ഞാൻ കാരാഗ്രഹത്തോളം കുറയാം, അവിടുന്ന് ഗലീലയിൽ വളരണം. ഞാൻ മരണത്തോളം കുറയാം, അവിടുന്ന് ചെറുവക്കലിൽ വളരണം. എന്നോട് ചേർന്ന് കര ഉയർത്തി എത്ര പേർക്ക് ഡിക്ലെയർ ചെയ്യാൻ കഴിയുക? ഞാൻ കുറയാ, അവൻ വളരട്ടെ. കമാൻ, കര ഉയർത്തി പറ, ഞാൻ കുറയാ. അത് ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ ശരിയാകില്ല. എല്ലാ ദൈവദാസന്മാരും എല്ലാ ദൈവമക്കളും ചാടി എഴുന്നേറ്റ് എന്നോട് ചേർന്ന് നിന്നുകൊണ്ട് ആ കരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രി വായു തുറന്ന് പറഞ്ഞ, ഞാൻ കുറയാ,
ശബ്ദം ഉയർത്തി പറ, ഞാൻ കുറയാ അവൻ വളരട്ടെ. ശബ്ദം ഉയർത്തി. ആയിരക്കണക്കിന് ദൈവമക്കൾ ഒരുമിച്ച് ആ വചനം ഡിക്ലെയർ ചെയ്താൽ ഇങ്ങനെയല്ല, താഴ്മയോടെ വിനയത്തോടെ ഇന്ന് രാത്രി വായി തുറന്ന് ദൈവത്തോട് പറ, ഞാൻ കുറഞ്ഞു തരാം, ഞാൻ കുറഞ്ഞു തരാം. എന്റെ അഹങ്കാരം അടിയറ വെക്ക, എന്റെ നികളം ഞാൻ അടിയറ വെക്ക, എന്റെ കഴിവുകൾ ഞാൻ അടിയറ വെക്ക, ഞാൻ ആരോ ആണെന്നുള്ള ചിന്ത ഞാൻ അടിയറ വെക്ക, എന്റെ പഞ്ചേന്ദ്രിയങ്ങളെ അടിയറ വെക്ക. ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടെ ചെറുവക്കലിൽ അവിടുത്തെ നാമം ഉയരണ, ചെറുവക്കലിൽ അവിടുത്തെ നാമം ഉയരണ. ഈ കേരളത്തിൽ, ഈ ഭാരതത്തിൽ അവിടുത്തെ നാമം ഉയരണ. കരങ്ങളെ ഉയർത്തി പിടിച്ച് ദൈവത്തോട് പറ, ഞാൻ കുറയാം അവൻ വളരട്ടെ. ഒരു നിമിഷം കണ്ണുകൾ അടച്ചട്ടെ. രാത്രി കർത്താവിനെ വിളിക്കുന്ന രാത്രിയാണ്. എനിക്കറിയാം ഇത് സമാപന രാത്രി എന്നുള്ളത് പ്രഥമ രാത്രിയാണ്. കർത്താവിന് പ്രഥമ രാത്രി എന്നും സമാപന രാത്രി എന്നൊന്നുമില്ല. കർത്താവിന് 2-3 പേര് കൂടി നിന്നത് ഏത് സമയത്താണെങ്കിലും അവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടിരിക്കുക. എല്ലാ കണ്ണുകളും തിരുമുമ്പിൽ അടയട്ടെ. ആരും ആരെയും ഫോക്കസ് ചെയ്യുന്നത് ശാന്തമായ ആത്മനിർഭര ഭാഷകൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടതാണ്. ഒത്തിരി അഭിഷേകന്മാരുടെ രാത്രിയുടെ നന്നാരിയായിട്ടുണ്ട്. ആത്മഭാരമുള്ള അഭിഷേകം. ദേശത്ത് വേല ചെയ്യുന്ന വേലക്കാർ, അവൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന ദൈവമക്കൾ, ദൈവദാസന്മാർ ഇന്ന് രാത്രിയുടെ ഇത് തന്നെ ഒരു അലങ്കാരമാണ്, ഒരു അഭിഷേകമാണ്, ദൈവകൃപയാണ്. ഇന്ന് രാത്രി കർത്താവ് തൻ്റെ ജനത്തെ വിളിക്കുകയാണ്. ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ, ഒരു ദൗത്യത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് കണ്ടവർ ഇതിൻ്റെ അകത്ത് നിൽപ്പുണ്ട്. എല്ലാ കണ്ണുകളോടെയായിട്ട് കുഞ്ഞുങ്ങൾ, യൗവനക്കാർ, മാതാപിതാക്കന്മാർ എല്ലാ കണ്ണുകളോടെയായിട്ട് ഈ ദൗത്യത്തിന് വേണ്ടി കർത്താവ് തന്നെ ഈ രാത്രി വിളിക്കുകയാണ്. ജസ്റ്റ് 1 മിനിറ്റ് കൊണ്ട് എൻ്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കാം. യേശുവിൻ്റെ രാത്രി നിന്നെ വിളിക്കുകയാണ്. നിനക്ക് തന്നെ അറിയാം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു വിളി നിൻ്റെ മേൽ കടപ്പുണ്ടെന്ന്. നിനക്ക് തന്നെ അറിയാം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി മാത്രം ഒരു ജന്മമാണ് എൻ്റെ ജന്മമെന്ന്. ഈ ആത്മപകർച്ച വെളിപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വാക്ക് ഇവിടെ പറയാൻ എൻ്റെ ആത്മാവ് നിർബന്ധിക്കുന്നത്. ഒരുപക്ഷെ നിൻ്റെ അമ്മ നിന്നോട് പറഞ്ഞിട്ടുണ്ടാകാം, നിന്നെ അവരുടെ വേലയ്ക്ക് വേണ്ടി നേർന്നതാണ്. അമ്മമാരെ, ആ കുഞ്ഞിനെ പ്രസവിക്കുവാൻ ലേബർ റൂമിൽ കിടക്കുമ്പോൾ അപ്പ ഓനുമില്ലാതെ തരാമെങ്കിൽ നിനക്ക് തന്നേക്കാമെന്ന് പറഞ്ഞ വാക്കുകൾ മറന്നുപോയോ? ഇന്ന് രാത്രി കൊടുത്തില്ലെങ്കിൽ കൊടുത്തിട്ട് വേണം പോകാൻ. ഒരു ഓഫറിങ് കഴിഞ്ഞു, അടുത്തൊരു ഓഫറിങ്ങിൻ്റെ സമയമായി. അത് കറൻസിക്ക് വേണ്ടിയല്ല, നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി, നിൻ്റെ വീട്ടിൽ നിന്ന് നിന്നെ സുവിശേഷത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ. പാസ്റ്റർ, എനിക്ക് കർത്താവിൻ്റെ വേലയ്ക്കൊരു വിളിയുണ്ട്, ഞാൻ അവൻ്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആ വിളിക്ക് വേണ്ടി ഞാൻ എന്നെ സബ്മിറ്റ് ചെയ്യുന്നു. എനിക്കൊരു വേലക്കാരനാകണം, ഒരു വേലക്കാരിയാകണം എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്നവർ മാത്രം ആ കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പല കരങ്ങളും രാത്രി ഉയരുന്നുണ്ട്. ധൈര്യത്തോടെ കരം ഉയർത്തിപ്പിടിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു വലിയ ആത്മപകർച്ച ചെയ്ത് രാത്രി ഇവിടെ നടന്നതുകൊണ്ട് എൻ്റെ അന്തരാത്മാവ് നിർബന്ധം പറയുക. അസാരിയ മാർഗമാൽ ഘടക വർദ്ധമാന ഘടക സയൻറ്റിസ്റ്റ് ആ കരം തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിക്കുക. യേശുവിൻ്റെ രാത്രി നിങ്ങളെ തൊടുകയാണ്. എല്ലാവരും ഉയർത്താനല്ല പറഞ്ഞത്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു വിളി എൻ്റെ അന്തരാത്മാവിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി സമർപ്പിക്കുകയാണ്. ആ കരം ഉയർത്തിയവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആ കരം ഉയർത്തിയവരുടെ മേലൊരു ആത്മഭാരം ഇന്ന് രാത്രി ദൈവം പകരാൻ പോകുകയാണ്. ഒരു ആത്മാവിൻ്റെ കരം ഇന്ന് രാത്രി ദൈവം തൊടാൻ പോകുകയാണ്. റഹിമത ജനക ഭൗഷസിയാണ്. ആ കരങ്ങൾ ഉയർത്തിയവരെല്ലാം മുമ്പിലേക്ക് ഓടി വന്നാട്ടെ, ഫാസ്റ്റായിട്ട് വന്നാട്ടെ. ഞാൻ മാത്രമല്ല, ഈ 100 കണക്കിന് ദൈവദാസന്മാർ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. പുറകിൽ കരം ഉയർത്തിയ ഒത്തിരി പേരുണ്ട്. പ്ലീസ് അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് വരിക. ആ കരം ഉയർത്തിയവർ നിർബന്ധമായി മുമ്പിലേക്ക് വരിക. നിർബന്ധമായി കരങ്ങൾ ഉയർത്തി പിടിച്ചവർ മുമ്പിലേക്ക് വരിക. നീ കണ്ണുനീരോടെ കരം ഉയർത്തിയത് കർത്താവ് കണ്ടു കഴിഞ്ഞു. നിന്റെ പ്രായമല്ല ദൈവത്തിൻ്റെ വിഷയം, നിന്റെ സമർപ്പണമാണ് ദൈവത്തിന്. മാക്സിമം മുമ്പിലേക്ക് വന്നാട്ടെ. മാക്സിമം ഈ സ്റ്റേജിലേക്ക് തൊട്ട് നിന്നാട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ മാത്രമല്ല, ഇത്രയും ദൈവദാസന്മാർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നിർബന്ധിക്കുക. നിന്നെ കർത്താവ് തൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചതാണ്.
ഇത്രയും യൗവനക്കാർ ഇന്ന് രാത്രി ഇതിൻ്റെ ഈ ഗ്രൗണ്ടിൽ വന്ന് നിൽപ്പുണ്ട്. മാതാപിതാക്കന്മാർ വരുന്നത് ഞാൻ കാണുന്നു. എൻ്റെ ഉള്ളം നന്ദിയാൽ നിറയുന്നു. ഭൂമിയിൽ കർത്താവിൻ്റെ വേല പോലെ ഇത്രയും ഘനഗംഭീരമാകുന്നൊരു വേല ഈ തലമുറയിൽ വേറെ ഇല്ല പ്രിയപ്പെട്ടവരെ. ഈ ഭൂമിയിൽ കർത്താവിൻ്റെ വേല പോലെ ഇത്രയും മാഹാത്മ്യമുള്ള ഒരു വേല ഈ ഭൂമിയിൽ വേറെ ഇല്ല പ്രിയപ്പെട്ടവരെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞാൻ കാണുന്നു പലരും കണ്ണ് നിറഞ്ഞ് കരയുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇവിടെ ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല, തല കൈവച്ചിട്ടില്ല. പക്ഷേ നിങ്ങളുടെ അന്തരാത്മാവ് കരയുന്നതുകൊണ്ടാണ് നിങ്ങൾ കരയുന്നത്. നിങ്ങളുടെ അന്തരാത്മാവ് കരയുന്നതുകൊണ്ടാണ് നിങ്ങൾ കരയുന്നത്. നിങ്ങൾ തന്നെ കരയുന്നു. നിങ്ങളുടെ അകത്തെ ആത്മഭാരമാണ് കരയുന്നത്. യേശുവിന്റെ രാത്രി നിങ്ങളെ വിളിക്കുകയാണ്. യേശുവിന്റെ രാത്രി നിങ്ങളെ വിളിക്കുകയാണ്. യേശുവിന്റെ രാത്രി നിങ്ങളെ വിളിക്കുകയാണ്. നിന്റെ വീട് അതിനനുസരിച്ച് ദൈവം നിനക്ക് വേണ്ടി അനുകൂലമാക്കി തരും. നിന്നെ പരിശുദ്ധമാവ് അങ്ങനെയുള്ള വഴികളിൽ കൂടി നടത്തും. ഒരുപക്ഷെ നീ പഠിച്ചുകൊണ്ടിരിക്കുകയാകാം, ജോലി ചെയ്യുകയാകാം, എന്തുമായിക്കൊള്ളട്ടെ. ചെറുവക്കൽ കൺവെൻഷൻ ഈ വർഷം വെച്ചത് നിനക്ക് വേണ്ടിയാ. ഒരു സൈന്യത്തെ റിക്രൂട്ട് ചെയ്യുന്ന രാത്രിയാണ് ഇന്ന് രാത്രി. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ ഗ്രൗണ്ട് നിറച്ച് ദൈവമക്കൾ നിൽപ്പുണ്ട്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങൾക്കറിയോ, ഒരാൾ കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. ചെറുവക്കയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബൈബിൾ സെമിനാരി ഉണ്ട്. പിശാച് ഭയപ്പെടുന്ന ഒരു നാടാണ് ചെറുവക്കൽ. കാരണം ഒരു സൈന്യം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാ. രണ്ട് കൈ മാറോട് ചേർത്തൊന്ന് വെച്ചേ. രണ്ട് കരം മാറോട് ചേർത്തൊന്ന് വെച്ചേ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണിൻ മണി പോലെ കാത്തിടുവേ. അന്ത്യം വരെ വഴുതാതെ അവേ താങ്ങി നടത്തിയിടും പൊൻകരത്താൽ അടലേറും ജീവിതമരുവിൽ നീ തളരുകയോ. ആ കണ്ണുകൾ വെച്ച് പ്രാർത്ഥിക്കുമോ? മൊത്തം ദൈവമക്കളാണെന്ന് എനിക്കറിയാം. എന്നാലും ഒരു സുവിശേഷകൻ നിങ്ങളോട് ചോദിക്കാം. ഇതുവരെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനമേൽക്കാതെ ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ, യേശു യോർദാനിൽ സ്നാനമേറ്റതുപോലെ ഈ കൺവെൻഷൻ കഴിയുമ്പോൾ നിന്റെ സ്നാനം നടക്കണം. ഒറ്റയാണെങ്കിലും, പാസ്റ്റർ ഞാനിതുവരെ സ്നാനമേറ്റിട്ടില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യത്തോടെ ഈ ഗ്രൗണ്ടിൽ കരം ഉയർത്തിപ്പിടിക്കുക. ദൈവമക്കളാണ് ഇതിൻ്റെ അകത്ത് ഭൂരിഭാഗം പേര് നിൽക്കുന്നത്. എങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യത്തോടെ കരം ഉയർത്തിപ്പിടിക്കുക. ഇവിടെ ഒന്ന് രണ്ട് കുഞ്ഞുങ്ങൾ കൈ ഉയർത്തുന്നുണ്ട്, അവിടെ ഒന്ന് രണ്ട് മക്കൾ കൈ ഉയർത്തുന്നുണ്ട്, അവിടെ ഒരു അമ്മ കൈ ഉയർത്തുന്നുണ്ട്. പല കരങ്ങൾ അതാത് സ്ഥലങ്ങൾ ഉയരുന്നുണ്ട്. ആ ഉയർത്തിയ കരങ്ങൾ ഒന്നുകൂടെ തലയ്ക്കുമ്പോൾ ഉയർത്തിയാട്ടെ. എനിക്ക് കാണാൻ വേണ്ടി, യേശുവിനെ കാണാനല്ല. അങ്ങനെ പുറകിൽ ഒരു ആൻറ്റി കൈ ഉയർത്തുന്നു ഞാൻ കാണുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. 1 2 3 4 5 6 7 8 9 9 കരങ്ങൾ ഇന്ന് രാത്രി ഞാൻ കാണുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. 10 കരങ്ങളെ ഞാൻ കാണുന്നു. 11 കരങ്ങളെ ഞാൻ കാണുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ കരങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിച്ച ദയവായി ഈ സൈഡിലേക്ക് വന്നാട്ടെ. ഈ സൈഡിലേക്ക് വന്നാട്ടെ. ഞാൻ നിങ്ങളുടെ കൈ വെച്ച് ഞാൻ നേരിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ധൈര്യത്തോടെ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ഓടി വരിക, പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അവർ മാത്രം ഒരു സൈഡിൽ ഒരുമിച്ച് നിന്നാണ്. അവർ മാത്രം ഒരു സൈഡിൽ ഒരുമിച്ച് നിന്നാണ്. ധൈര്യത്തോടെ ഫാസ്റ്റ് ആയിട്ട് വരിക. നിങ്ങൾ ഒറ്റയ്ക്കല്ല വരുന്നത്, നിങ്ങൾ കാണുന്നില്ലതേ ഉള്ളൂ. നിങ്ങളുടെ വീട് കൂടി വരികയാണ്. നിങ്ങൾ കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്ന നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും.
കൈ ഉയർത്തിയിരുന്നു. ഈ കൺവെൻഷൻ വോളണ്ടിയേഴ്സ് ആയിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ട്, അടുത്ത ദിവസം കൺവെൻഷനിൽ നിങ്ങൾ ഇങ്ങനെ ചുറ്റും നിന്നോണം. ഇങ്ങോട്ട് വരാൻ വോളണ്ടിയേഴ്സ് ആയിട്ടൊക്കെ ദൈവദാസൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചുറ്റും ഓട്ടർ കോൾ ചെയ്യുന്നത് ദൈവദാസൻ വരികയാണെങ്കിൽ നിങ്ങളുടെ സഹായം ആവശ്യമാണ്. കാര്യം ഇത്രയും പേര് സ്നാനപ്പെടാൻ ഈ ഗ്രൗണ്ടിലുണ്ടെങ്കിൽ ഇവരുടെ സ്നാനം ഈ കൺവെൻഷനിൽ നടക്കണം. കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലോ കൽപ്പന പോലെ നടന്നിടേണ ഏൽപ്പിക്കായില്ലവൻ ശത്രു കയ്യിൽ സ്വർപ്പൂരം നീയാണയും. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ്. ജീവിതം അരുവി നീ തളരുകയോ ഇനി ജീവിതം. ദൈവദാസന്മാരെല്ലാം വന്ന് ഇറങ്ങി ഇവർക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആത്മഭാഗമുള്ള ദൈവദാസന്മാർ, അഭിഷേകമുള്ള ദൈവദാസന്മാർ, കൈവച്ച് പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ നിയോഗമുള്ള ദൈവദാസന്മാർ വന്ന് മനസ്സോടെ, നല്ല മനസ്സോടെ അവരെ കൈവച്ച് അനുഗ്രഹിച്ച് ഇത് രാത്രി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ചാരന്മാരുണ്ടധികം സഹജേ ചേരോട് തന്ത്രങ്ങളോതിടുവാൻ ചാരന്മാരുണ്ടധികം സഹജേ ചുടുചോര ചീത്തേണ്ടി വന്നിടിലോ ചായല്ലേ ഈ ലോക താങ്ങുകളിൽ ചുടുചോര ചീന്തേണ്ടി വന്നിടിലോ ചായല്ലേ ഈ ലോക താങ്ങുകളിൽ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ഞങ്ങൾ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമത്തിന് വേണ്ടി സമർപ്പിച്ചവർ, സ്നാനപ്പെടാനുള്ള പ്രിയപ്പെട്ടവർ, അവർക്ക് വേണ്ടി ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ നിന്റെ ദാസന്മാർ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയം തന്നെ അവരെ ദൈവം മുദ്ര ചെയ്യുന്നതിനായി സ്തോത്രം. അവിടുത്തെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച നിന്റെ കുഞ്ഞുങ്ങൾ, യൗവനക്കാർ, മാതാപിതാക്കന്മാർ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവരെ സുവിശേഷത്തിന്റെ ശക്തി ഏൽപ്പിച്ച് ഈ ഭാരതത്തിന്റെ ഉണർവിന് വേണ്ടി ദൈവം അവരെ ഏത് ദിക്കിലയച്ചാലും അവർ യേശുവിന്റെ നാമത്തെ ഉയർത്തുന്നവരായി മാറേണ്ടതിനായി ഈ മഹാസഭ ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഈ ജനത്തെ ബ്ലസ് ചെയ്യുകയാണ്. അവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ, അവരുടെ മേൽ അഭിഷേകം വ്യാപരിക്കട്ടെ. അന്യഭാഷകളാൽ നിറയാത്തവർ ഇന്ന് രാത്രി പുതിയ ഭാഷകളാൽ ആത്മാവ് അവരെ നിറയ്ക്കണമേ. ദാവീദിനെ പോലെ ഓ ദൈവരാജ്യത്തിന് വേണ്ടി ശക്തിയോടെ ആരാധനയിൽ പ്രയോജനപ്പെടാൻ അവരെ ഞാൻ നിയോഗിക്കുകയാണ്. കർത്താവേ, സ്നാനപ്പെടാനുള്ളവർ ഈ കൺവെൻഷൻ തീരുന്നതിന് മുമ്പ് സ്നാനമേൽക്കട്ടെ. നൂറുകണക്കിന് പേർ സ്നാനമേൽക്കട്ടെ. അവരുടെ കുടുംബങ്ങളെ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. നീ അത് ചെയ്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. സന്തോഷത്തോടെ യഹോവ നമ്മളെ സന്ദർശിക്കും നിശ്ചയം. നമ്മുടെ തീം പോലെ തന്നെ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ സന്ദർശനത്തിന്റെ സന്ദർഭം ഇന്ന് രാത്രികാലം തുടങ്ങിയിരിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? 19ഓളം കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവരും കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. 10-20ഓളം പ്രിയപ്പെട്ടവർ കർത്താവിന്റെ ചരിത്രത്തിൽ സാക്ഷീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ ലോകത്തിന്റെ ആരംഭം മുതൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വലിയ സാന്നിധ്യം അനുഭവിക്കുകയാണ്. ഈ 12 സമയമായിട്ട് ആരും ഇറങ്ങിപ്പോയില്ല. ഇപ്പോഴാണ് ഇറങ്ങിപ്പോകുന്നത്.
അതെന്താ കാരണം? ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. സമയം അല്പം മുമ്പോട്ട് പോയ ആളുകൾ ഓടിപ്പോകുന്ന യോഗങ്ങളാ ചുറ്റുപാട് കാണുമ്പോൾ. ഇത്രയും സമയമായിട്ടും ആരും പോയില്ല. ദയവായിരുന്നാട്ടെ പ്ലീസ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. കർത്താവിൻ രാത്രിക്കാർ കടന്നു വന്ന് ആത്മീയ സന്ദേശം നൽകി പ്രത്യേകമായ നന്ദി വന്ദനം അറിയിക്കുന്നു. പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു വളരെ പ്രിയപ്പെട്ട ഒരു ഫാമിലി ഇവിടെ ഉണ്ട്. അമേരിക്കയിൽ അനേക വർഷങ്ങളായി ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ ഹോസ്റ്റ് ചെയ്യുകയും ബൈബിൾ കോളേജിനെ സപ്പോർട്ട് ചെയ്യുന്നതായ ഒരു പ്രിയപ്പെട്ടവൻ. 3-4 ദിവസമായി കാണുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇന്ന് മാത്രം വന്നിട്ട് രാത്രി തന്നെ പോവാന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നാളെ രാവിലെ പോവും. ഞങ്ങളുടെ പ്രിയ OP അമ്മമ്മയുടെ നേതൃത്വത്തിൽ നടത്തണം. പല വർഷങ്ങളായി കടന്നു വരുന്ന ആഗ്രഹിച്ചു. ഇപ്പോഴാണ് സാധിച്ചത്. തന്റെ സിസ്റ്ററും ഫാമിലിയും ഉണ്ടെന്ന് എഴുതിയിട്ടാണ്. പ്ലീസ് കൂടെ ഒന്നായ ബ്രദറുണ്ട് എന്ന് എഴുതിയിട്ടാണ്. അവര് ഓൾ ദ വേ ഓക്ലോമായി വന്നവർ ഓക്ലോമായി നിന്ന് കാര്യം കഴിച്ചു അപ്രീഷിയേറ്റ് ചെറുമക്കൾ സ്റ്റൈലില്. You really appreciate your prayers and support for the Bible College for many years. Thank you so much for your encouragement. You really appreciate that. And we wanted to stay here for 1 week. Don't go. അമേരിക്കയിലും ഹ്യൂസ്റ്റണിലും ഡാലസിലും ഓക്ലോമയിലൊക്കെ ഞങ്ങളുടെ സ്നേഹിതർ വായിച്ചുകൊണ്ടിരിക്കുക. കടന്നു വന്നാൽ നിങ്ങളെ ഞങ്ങൾ ഇതുപോലെ മാനിക്കും. കടന്നുവർക്കായി സ്തോത്രം. ഒഹായിൽ നടന്ന കർത്താവിദാസിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. സൗദി അറേബ്യയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിൽ നടന്നു എല്ലാവരും അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവും പകലുള്ള മീറ്റിംഗിലുണ്ട്. കടന്നു ഓർക്കുക, ഇവിടെ ആത്മീയ ആഹാരം മാത്രമല്ല ഭൗതിക ആഹാരമുണ്ട്. കടന്നു വന്ന സകല ജനങ്ങൾക്കും മിഷ്ടാന്ന ഭോജനം ഒരുക്കിയിട്ടുണ്ട്. ആഹാരം കഴിക്കാതെ ആരും പോകരുത്. ഇന്ന് രാത്രികാലം പൂയപ്പള്ളി ലോക്കൽ സഭയുടെ വകയായിട്ട് നിങ്ങൾക്ക് മിഷ്ടാന്നമായ സാദുഷ്ടമായ ആഹാരം ക്രമീകരിച്ചിരിക്കുന്നത്. ആ സഭയെ കാര്യം കഴിച്ചത് അപ്രീഷിയേറ്റ് ആണ്. പൂയപ്പള്ളി ലോക്കൽ സഭയാണ് കടന്നു നിൽക്കുന്ന സകല ജനങ്ങൾക്കും ആഹാരം ഒരുക്കിയിരിക്കുന്നത്. ആ സഭയെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥന മടങ്ങി പോകാൻ പറ്റാൻ വിജയദാസൻ പാസ്റ്റർ ബെഞ്ചമിൻ വർഗീസ് അവർക്ക് മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച ആശ്വാസമായും താങ്ക് യു. നിങ്ങളുടെ കോപ്പറേഷന് വളരെ നന്ദി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഒരു രാത്രി കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് നിന്റെ വചനം ശ്രദ്ധിപ്പാൻ അവസരം നൽകിയതോർത്ത് നന്ദിയോടെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകാരം ഇന്ന് ഈ പ്രാരംഭ ദിവസത്തിൽ തന്നെ അവിടുത്തെ സാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങൾക്ക് അവസരങ്ങൾ നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസനിൽ കൂടെ കേൾപ്പിച്ച നിന്റെ വചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇനിയും സഹായിക്കണമേ, തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. നിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരെ അവിടുന്ന് സഹായിക്കുകയും അവരെ വളർത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷൻ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പോകുന്ന വഴിയിൽ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ വണ്ണം സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കായും സ്തോത്രം. ഈ പ്രവർത്തനത്തെ അവിടുന്ന് വർദ്ധിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നമ്മോർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും വിശേഷാൽ വരും ദിവസങ്ങൾ നടക്കേണ്ട കൂടിവരവുകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഹൃദയംഗമായ സ്നേഹവും നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ഈ വർഷവും നടന്ന 27ാമത് ചെറുവക്കൽ കൺവെൻഷനിലെ ശക്തമായ ദൈവ വചന ശുശ്രൂഷയും ആത്മീയ ആരാധനയും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും സന്തോഷവും വിടുതലായി തീർന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആത്മീയമായി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ദയവായി ഞങ്ങളുമായി ബന്ധപ്പെടുക. പാസ്റ്റർ ജോൺസൺ ഡാനിയൽ 944-723-6281. മിസ്റ്റർ സാംസി ഡാനിയൽ 944-77-66316. ദൈവമായ കർത്താവ് നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.